മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. നമ്മൾ ജീവിതത്തിലെ മൊത്തം കഥയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ട് കുന്തം വഴി നിൽക്കും. സ്കാം അണ്ടി ടിവിയുടെ ഡൗൺഫോൾ തീരുമാനിക്കുന്നത് ഇന്നലെ വന്ന അച്ചികളല്ല, മനസ്സിലായ? ടിവിയുടെ ഡൗൺഫോൾ തീരുമാനിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം, മനസ്സിലായ? ഞാൻ എന്ന് നിർത്തുന്നു അന്നേ പോകത്തുള്ളൂ. ഇവിടെ ഇതിന്റെ ലോയൽ ഓഡിയൻസ്. ഞാൻ നിർത്തി പോയാലും അവരുടെ അടുത്ത് തിരിച്ചു വരാൻ പറയും, മനസ്സിലായ? ടിവിയുടെ ഡൗൺഫോൾ തീരുമാനിക്കാറൊക്കെ ആവുമ്പോ പറയാം. 2000 പേര് വിചാരിച്ച ടിവിയുടെ ഡൗൺഫോൾ ആവുമോ? അല്ല, ജസ്റ്റ് എന്റെ ഒരു ചോദ്യമാണ്. 2000 പേര് തീരുമാനിച്ച ടിവിയുടെ ഡൗൺഫോൾ ആവുമെങ്കിൽ എന്നേ KVA vs TVA പ്രൈമിൽ നടക്കുന്ന സമയത്തെ ടിവിയുടെ ഡൗൺഫോൾ ആയന്. ഡൗൺഫോൾ ഒക്കെ തീരുമാനിക്കാനുള്ള വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ പറ. ഡൗൺഫോളിന്റെ കാര്യമൊക്കെ തീരുമാനിക്കാം നമുക്ക്. നമ്മളെല്ലാം ലൈവ് നിർത്തി അമ്പത്തൂര് മാത്രം ലൈവ് ഇട്ട് കൊണ്ടുപോയാലും TV അവിടെ തന്നെയാണ്. പിന്നല്ല, ഒരുത്തൻ ലൈവ് ഇട്ടാൽ മതി. ഒരുത്തൻ ലൈവ് ഇട്ടാൽ പോലും TV അവിടെ കാണും. നമ്മളിപ്പോ ഒരു മാസം ബ്രേക്ക് എടുത്ത് അമ്പത്തൂര് മാത്രം ആ മാസം ഫുള്ള് ലൈവ് ഇട്ടാൽ പോലും അടുത്ത മാസം നമുക്ക് വരുന്ന സമയത്ത് അതേ എഫക്റ്റ് കാണും. ഏറ്റവും വലിയ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ഇത്രയും വർഷം ഇനാക്റ്റീവ് ആയ ശരത്തേട്ടൻ തിരിച്ചു വരുമ്പോൾ പോലും ചാറ്റിൽ അല്ലെങ്കിൽ വന്ന് ആക്റ്റീവ് ആകുമ്പോഴോ പുള്ളിയെ ഒന്ന് ഫ്രെയിമിനകത്ത് അല്ലെങ്കിൽ ഈ പറയണ പോലെ GTA കാണുന്ന സമയത്ത് ആ ക്യാരക്ടറിന് കൊടുക്കുന്ന റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ ക്യാരക്ടറിനുള്ളതെന്ന് ഓറയൊക്കെ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ആ ഗെയിമിനകത്ത് ആക്റ്റീവ് ആൻഡ് എലൈവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മേക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്, മനസ്സിലായോ? അത് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പോടാ കൊണ്ടേ അണ്ടി അപ്പിക്കൊണ്ടിരിക്കും. റിഫാനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ ജീവിത റൂട്ടീനുകളൊക്കെ ബാക്കിയുള്ളവരോട് ചെയ്യാൻ ഒരിക്കലും പറയരുത്. അത് ഭയങ്കര തെറ്റാ. അത് നീ കുറച്ചുകൂടെ വളർന്ന് വലുതാവുമ്പോഴേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. നീ ചെയ്യുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളവർക്ക് ഹോബി ആയിട്ട് ഇടാമെന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നിനക്ക് ചപ്പണമെങ്കിൽ നീ ചപ്പ്. ഇപ്പഴത്തെ പിള്ളേരല്ലേ താങ്ക് യു സോ മച്ച്. ഐ എം ഓൾസോ DVA സൂപ്പർ ചാറ്റ് സ്കാമർ കീപ് ഗോയിങ് ഈഗിൾ. താങ്ക് യു സോ മച്ച് ഫോർ ദ 500 ബ്രോ. ഒരു മിനിറ്റ് ജോഗി, ഞാൻ ഒന്ന് കോൾ വിളിക്കാം ഗൈസ്. ഒരു സെക്കൻഡ്, എനിക്കൊരു കാര്യം ചോദിക്കണം, എന്നിട്ട് വേണം എനിക്ക് ബാക്കി തീരുമാനിക്കും. എടാ ലൈവ് ഒന്ന് സംസാരിച്ചു. ഞാൻ ജോഗി ഒന്ന് വിളിച്ചിട്ട് വരാം. എന്നെ ഒന്ന് വിളിച്ചിട്ട് വരാമോ? താഴോട്ട് വലിച്ചിട്ടാ എന്നെ വിളിക്കുന്നു. താഴോട്ട് വലിച്ചിട്ട് ലൈവ് വരത്തില്ലേ? ലൈവില് നമ്മളില്ലടാ. നമ്മളുണ്ട് ഓറ ഇംഗ്ലീഷില് രണ്ട് വിധത്തെയും പ്രൊനൗൺസ് ചെയ്യാറാ. പ്രൊനൗൺസ് ചെയ്യാ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നീ പറ. ഓറയും പറയാ ഔറയും പറയാ, ആർക്കും പ്രശ്നമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുച്ചറി? ഇംഗ്ലീഷുകാരായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാ പറഞ്ഞത് രാത്രിയൊക്കെ. ഏത് ഒന്നും പറ സൈറ്റ്? ഫിലിപ്പീൻ സെർവറൊക്കെ പുള്ളിയുടെ ഇപ്പൊ കളി വേറെ. ഫിലിപ്പീനിലെ കളി ഇല്ല, ഇപ്പൊ സൗദിയില. സൗദി അറബികളുടെ തല്ലുള്ളൂ അല്ലേ? ഇല്ല, അറബിയില് പറഞ്ഞു മോനെ. തട്ടോട്ടുള്ള പരിപാടി. കേക്കാവോ? വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല.
അതുകൊണ്ട് നല്ല ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലെന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷേ ടി വി ഓൾ ഡൗൺ ഒന്ന് ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ് അതിനകത്ത്. എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ ഇവര് MRCയിലെ co-leadersന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ എന്താ അതാണ് ശരി ഇതാണ് ശരി 50 ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കിയിട്ടും ഈ ചാറ്റിലുള്ളവരുടെ ഫ്രസ്ട്രേഷൻ കണ്ട ഇതിൽ കൂടുതൽ നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. നീ എന്തിനാണ് ഷമീറെ പെട്ടെന്ന് അമ്പത്തൂരിന്റെ അണ്ടിന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ 2 സൈഡിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. ഓടാൻ മൈരാണ് എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നേരം ഇറങ്ങി പോണവന്മാര് ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നവരുണ്ടാവും. അവിടെ പോയി എടുക്കണം. എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ കേൾക്കാനേ പോണില്ല. ഞാൻ നിങ്ങളെ ഇംപ്രസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യണ്ട. സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം. ഇതല്ല സത്യമെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ ബാക്കി കേട്ടോണ്ടിരിക്കാം. പിന്നെ ഈ പേരിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഷമീർ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയാം. ഷമീർ വന്നായിരുന്നു സംസാരിക്കാൻ. ഷമീർ അറിഞ്ഞായിരുന്നു ഇങ്ങനൊരു മീറ്റിംഗ്? ചോദ്യം ഇതാ, ഇങ്ങനെ 2-3-4 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ബാങ്കിന്റെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷമീറിന് അറിയാമായിരുന്നോ? ഷമീറിന് അറിഞ്ഞൂടായിരിക്കും. ഷമീറിന് അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ അഭിപ്രായത്തിൽ അറിയുന്നത്. എന്റെ ഒരു ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബാക്കി 2 പേർക്കും അറിയാം. ഈ എഫേർട്ട് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് കഴിച്ച് അല്ല ഞാൻ ഇനി എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതാക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേടിക്കും. അങ്ങനത്തെ ഒരു ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കഴിച്ചു. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിന് ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്ന് അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായിരിക്കും ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എന്റെ മൈൻഡ് കൺട്രോൾ അടുത്ത ദിവസത്തോടെ ലൈവ് ഇട്ട് വീണ്ടും ഇത് സംസാരിക്കാൻ വയ്യ. ഇത് ഇന്നത്തെ ലൈവിൽ അങ്ങ് തീർക്കാം നമുക്ക്. മനസ്സിലായി? അല്ലെ ഡെയിലി ഇത് വാച്ച് പാർട്ടി ആവും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത് ഇങ്ങനെ ഒരു ലൂപ്പിൽ പൊക്കോണ്ടിരുന്ന എങ്ങനെയാവുമെന്ന്. അത് വേണ്ട നമുക്ക്. ഇന്ന് പുള്ളിക്ക് അടുത്ത് പറയാനുള്ള റിപ്ലൈ ഇന്നങ്ങ് പറയാം. അപ്പോളജൈസ് ചെയ്യുവാണ്. തൊപ്പിയെ പോലത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ആ ചാറ്റ് കണ്ട് ട്രിഗറായി ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ ഞാൻ ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് ആൻഡ് എന്താ പറയാ ട്രിഗേർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. തൊപ്പിക്ക് ഇത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് തൊപ്പി എന്നെ അപരാധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം പറയണേ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞോളാം. പക്ഷേ അത് ഞാൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത് വേറെ ഈ പേരിടുന്ന അണ്ടിയനെടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോ തിരിച്ച് ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയാ ഡാൻസ് മാസ്റ്റർ വെഡിക്കണ്ണൻ എന്ന് ഞാൻ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിന്റെ
ഊരിട്ട് പോയി. വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെ ഒക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം വന്ന് സ്പാം ചാറ്റും ഡാൻസ് മാസ്റ്റർ ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ ഒന്ന് പറയാം. ഡാൻസ് മാസ്റ്റർ ഷെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെ ഒക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് ഷമീറിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാം, ഷമീറിനെ RP-യിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ നല്ല രീതിയിലാണ്. ഇന്നേ വരെ ഷമീർ എൻ്റെ POVs ഒക്കെ പറ്റുമെങ്കിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കണേ എൻ്റെ POVs ഒക്കെ കാണണം. ഷമീർ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും ഇതാക്കുന്ന സമയത്തും എൻ്റെ ചാറ്റിലുള്ള ആൾക്കാർ MRC ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. TVL ഓഡിയൻസ് പറയാറുണ്ട് ഷമീറിന്റെ കോള് മിസ്സായി, ഷമീറിന്റെ മെസ്സേജ് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പിന്നീട് ഷമീറിനോട് വന്ന് സിറ്റുവേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുവാണെങ്കിൽ എൻ്റെ ചാറ്റിലെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിക്കും. ഷമീർ വിളിച്ചായിരുന്നു, ഷമീറിന്റെ അടുത്ത് ചെല്ല് ബ്രോ, ഷമീറിന്റെ അടുത്ത് ചെല്ല്, ഷമീർ വിളിച്ചായിരുന്നു, ഷമീർ കോൾ ചെയ്യൂ എന്ന് പറഞ്ഞ് എന്റെ ചാറ്റിൽ സ്പാം വരാറുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇല്ല ഷമീറിന്റെ ചാറ്റിൽ ഒരിക്കലും അത് വരത്തില്ല. കാരണം ഷമീറിനെ ഞാൻ ഇതുവരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഷമീറിനെ ഞാൻ അങ്ങോട്ട് ഇതുവരെ ഒരു RP ചെയ്യാനും ഷമീറിന്റെ അടുത്ത കാര്യങ്ങൾ അന്വേഷിക്കാനും ഞാൻ ഷമീറിനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അത് ഒരിക്കലും ഷമീറിന് വന്നിട്ടില്ല, അത് എനിക്കേ വന്നിട്ടുള്ളൂ. എന്റെ ലൈവ് ആണെന്നവർക്കറിയാം, ഞാൻ എന്റെ ലൈവ് ആണെന്നവരെ ബോധിപ്പിക്കുകയാണ്, അല്ലാതെ ബാക്കിയുള്ള ഇപ്പം MRC ഓഡിയൻസിനെ എനിക്ക് ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. എനിക്കറിയാം ഇപ്പൊ പറഞ്ഞില്ലേ, ഇവരടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ ഇവര് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ പോലും ഇവര് പറയാൻ പോണത് ഈ പറയണത് പോലെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, അണ്ട് ചെയ്യുവാണെന്നാണ്. പക്ഷെ ലൈവ് സ്ഥിരം കാണുന്നവർക്ക് ലൈവ് കാര്യം പറയാം. ബ്രോ ഇട്ട സ്റ്റോറി അതെന്താ ഷഡ്ഡി ഇട്ട് കളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടായിരുന്നു. വേസ്റ്റ് ബാസ്കറ്റ് എനിക്ക് ഇങ്ങനെ ഇതാ പറഞ്ഞ ഇവൻ GTA ഇതിനെണ്ണ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എന്തോടെ പറഞ്ഞവൻ? അല്ല ഇതെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. മിണ്ടാരടാ, എല്ലാരും മിണ്ടാരോ. സ്ഥിരം കാണുന്നവർക്ക് ഇത് ഇവൻ മറ്റേ കൊട്ടയെന്നാണ് ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ട് കാണിച്ചിട്ട് എന്താണ് കാര്യം? എനിക്ക് ഇംപ്രസ് ചെയ്യണ്ട. അവൻ ഇപ്പഴും കൊട്ട എന്തോന്ന് അറിയത്തില്ല കേട്ടോ. ഇല്ല, ഞാൻ അന്ന് തമാശയ്ക്കും ദേഷ്യം വരുമ്പോഴും എല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്റെ പേരിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു പേരാണത്. ഈഗിൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി 4 പേര് അറിഞ്ഞു തുടങ്ങിയ അത് ഈ പറയുന്ന MRC അല്ല, എന്റെ OG MRC. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BGIS ക്വാളിഫൈ ആയ ഞങ്ങളുടെ ലൈനപ്പ് ഞാൻ റസിന് വെനം, ഗോഗു, നമ്മുടെ ഇവന്, നമ്മൾ ഇത്രയും ആ MRC ഉണ്ട്. എനിക്ക് മനസ്സിലായി ആ MRC. അവൻ അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. PMI VMIS അങ്ങനെന്തോ ആണെന്നോ ഏതോ ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. നമ്മള് ഓൾഡൗൺ ആയിട്ടോ. നമ്മള് ചാറ്റൊക്കെ എല്ലാരും എങ്ങനെയാ പറയണം, ഗെയിമിംഗ് ചെയറിന്ന് വീണു നിങ്ങളോ? ബാറ്റിൽ ഗ്രൗണ്ട് PMC ആണല്ലേ, PMC ക്വാളിഫയേഴ്സ്. ആ MR ഇവിടെ സ്കോറൊക്കെ ഉണ്ട് 8-1 എന്ന്. അത് കളിക്കാനുള്ള കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല. ആരും എത്താതിരുന്ന സമയത്ത് എത്തിയതിന്റെയാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു കേസ്, അങ്ങനെ ആരും ഒരു MRC കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്. മനസ്സിലായി? അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു, സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് ആ ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എന്റെ പേരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 3 അക്ഷരമാണ്. അതിനോട് എനിക്ക് ഈഗോ എന്ന് നാട്ടിലുള്ള എല്ലാവന്മാരും ഈ RP-യുടെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്കിനോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം സംസാരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് ഇത് കേൾക്കുമ്പം എനിക്ക് ഇവരോട് ഈഗോയാണ്, ബിട്രയലാണ്, അതാണ് ഇതാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിന്റെ ട്രിഗറിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഇതാക്കിയത്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം.
ഒരു പ്രശ്നവും ഒന്നുമില്ല. ഇനി തെറി പറയാ തള്ളക്കി പറയാം എന്ത് നീ അതൊക്കെ ചെയ്ത. പക്ഷെ എൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ബ്രോ ഷമീർ അവൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ബ്രോ പുള്ളി ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണെങ്കിലേ ബ്രോ എൻ്റെ ഇതൊക്കെ എന്ത് ഇമ്മച്യൂർ ആസ് ഫക്കെന്നോ? അഭിനവേ ഇത് ഇമ്മച്യൂരിറ്റി അല്ല ബ്രോ. ഒരാൾ എക്സ്ട്രീംലി മൈൻഡ് ഫക്ഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ട്രിഗറാ. മനസ്സിലായോ? ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ചെയ്ത് നിന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല ഉണ്ടാവുന്ന മെന്റൽ ശാന്തയെ കിക്കാക്കിയതെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം MRC തന്നെ കിക്കാക്കിയത് എന്തിനാണെന്ന്? എന്നെ MRC കിക്ക് ചെയ്തതെന്ന് പറഞ്ഞാല് ഞാൻ ആ സമയത്ത് ഭയങ്കര എന്താ പറയാ ഭയങ്കര മറ്റേ തെറുവിളിയും മറ്റേ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി MRC ഒരു റെപ്യൂട്ടഡ് ഗ്യാങ് ആയതുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ റെപ്യൂട്ടേഷൻ അല്ല ഞാൻ പറയണ കേട്ടാ, ഇപ്പോഴത്തെ റെപ്യൂട്ടേഷൻ ഒന്നും അല്ലായിരുന്നു അന്ന് MRCക്ക് ഉണ്ടായിരുന്നു. MRC ഒരു നല്ല ഗ്യാങ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മളെല്ലാം കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുത്തിനുമായിട്ട് തൊള്ളക്കി വിളിയായി. മുട്ടം തൊള്ളക്കി വിളിയായിട്ട് എൻ്റെ അടുത്ത് ഇവരൊന്ന് പറഞ്ഞ് ഇനി അവൻ ചാറ്റിൽ വരുവാണെങ്കിൽ നീ റിപ്ലൈ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ നിന്ന സ്വന്തം, അതായത് എൻ്റെ MRC. പക്ഷെ എനിക്കതിൽ അന്ന് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ശരിയാ, നമ്മളൊരു സാധനം ഇപ്പൊ TV ഞാൻ അവരുടെ എത്തിച്ചു വെച്ചിട്ടില്ലേ, ആ എത്തിച്ചു വെച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ മെമ്പർ മാത്രം പറയുന്ന കേൾക്കാതെ ഒരു സാധനം ചെയ്യുമ്പോൾ എന്താണ് അഡ്മിൻസ് എടുക്കുന്ന ഡിസിഷൻ? ആ ഡിസിഷനാണ് അന്ന് MRCയുടെ സൈഡിൽ നിന്ന് എടുത്തത്. മനസ്സിലായ? ആ ഡിസിഷനാണ് MRCയുടെ സൈഡിൽ നിന്ന് എടുത്തത്. അന്നേരം MRCക്ക് വേണ്ടി സംസാരിച്ചത് തന്നെയാണ് ഞാൻ MRCയിൽ നിന്ന് പുറത്താവുന്നത്. മനസ്സിലായി? അതാണ് കാര്യം. അല്ലാതെ ഈ പറയണത് പോലെ എനിക്ക് ആ കറണ്ടി കൊണ്ടുതരാൻ ആരും ഇല്ലായിരുന്നു. എനിക്കില്ലായിരുന്നു ആ കറണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ. അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായിക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ഇന്ന് ലൈവ് ഇട്ട്. ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് MRCയുടെ ഓണേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിലും അഡ്മിൻ പാനലിലും എനിക്ക് സ്റ്റിൽ റെസ്പെക്റ്റ് ഉള്ള കുറേ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അവരാതോ ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഞാൻ ഡോണ്ട് കമ്പയർ യു വിത്ത് തൊപ്പി ഈസ് ഫാർ മോർ ബെറ്റർ ദാൻ യു. ഹി ഈസ് എ കണ്ടന്റ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് എങ്ങനെ വേണം കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. എൻ്റെ അടുത്ത് ഇനി ഇതിന്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അപരാധിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനത് മിണ്ടാതിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അപരാധിക്കാനും മറ്റേ പേരിടാനോ നിൽക്കുന്നെങ്കിൽ ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇത് ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു റെസ്പെക്റ്റോടുള്ളത് കൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. എനിക്ക് ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് വീഡിയോ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുമായി സംസാരിക്കാന്നല്ല, എനിക്ക് ആരും അമ്പത്തൂരിന്നോ ഇത് TV ഉള്ളതാണെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്റെ ഫോക്കസ് മൊത്തം ഇതിലാണ്. അധികം ഒന്നും പറയാത്തത്. കുറച്ച് ബാക്കിലോട്ട് അടിച്ചു നോക്കിയാൽ കാണാം എന്തൊക്കെയാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന്. ഫാൻസ് ഒക്കെ നിങ്ങൾ തമ്മിലുള്ള അടി കണ്ട് മുഞ്ചാൻ, അല്ലാതെ TV MRC ഫാൻസ് ഒന്നുമല്ല. അത് കണ്ടിട്ട് കോൺട്രവേഴ്സി ഉണ്ടായി. അല്ലാതെ ബ്രോ വിചാരിക്കുന്ന പോലെ MRC ഓഡിയൻസ് അല്ല. തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല. ബ്രോ ഇത്രയും നാളെ സ്ട്രീം ചെയ്ത് എനിക്കറിയാം ഇതുപോലത്തെ ആൾക്കാർ വരുമെന്ന്. പക്ഷെ അത് മാത്രമല്ല ഞാൻ പറയണത് നമ്മൾ സംസാരിച്ച് സോർട്ട് ചെയ്ത ആൾക്കാര് ഇത് എഫേർട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് അവർക്ക് ഇതിപ്പോ ഓൾറെഡി അമ്പത്തൂര് TV-യിലാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള സംസാരമാണ്. മനസ്സിലായോ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ നിങ്ങളുടെ അടുത്ത്? ഓക്കെ, കഴിഞ്ഞോ? ഇത്രയല്ലേ ഉള്ളൂ? തീർന്നു. ഞാൻ എന്ത് പറയാനാ? ഈ സമയത്തൊക്കെ ഷമീറിന്റെ കൂടെ വരെ RP ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ. അപ്പോ ബീഫ് സൗണ്ട് ഉണ്ട്. ബ്രോ എന്റെ കറണ്ട് പോകും ബ്രോ, എപ്പോ വേണേലും പോവാ. എനിക്ക് ഇതിനകത്ത് ചാർജ് ഇല്ല, അതാണ് പ്രശ്നം. കഴിഞ്ഞോ? തീർന്നോ? ഇത്രയല്ലേ ഉള്ളൂ?
അപ്പൊ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു MRC ഫാൻ എന്നുള്ള രീതിയിൽ MRC ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ, ഞാൻ അപരാധിക്കാൻ വന്ന ലൈവാണ് നിങ്ങളുടെ അടുത്ത്, ഞാൻ നന്മവരം കളിക്കാൻ വന്ന ലൈവ് അല്ല. ഞാൻ പറയാണ്, ഞാൻ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഞാൻ ഇരുന്ന് അപരാധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ഞാനിത് വന്നത്. പക്ഷെ എന്റെ അടുത്ത് കേട്ടപ്പോ എന്റെ അടുത്ത് അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നു നോക്ക്, നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യം ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പോ ഓക്കെ, എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ ഞാൻ പറയാം, ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് ഓക്കെ ഞാൻ പറയല്ലോ. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ലൈവ് വന്ന ആളാണ്. ഇന്നലെ ഞാൻ നോർമൽ ലൈവ് ചെയ്യേണ്ട ആളാണ്. ഞാൻ 5 ദിവസം GTA-യും ബാക്കി 2 ദിവസം നോർമൽ ലൈവ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ അശ്വിൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ യാതൊരു കാര്യത്തിലും ഞാൻ DC പോലും ഞാൻ കേറിയിട്ടില്ല. ഞാൻ നോർമൽ ലൈവ് മാറ്റി ഞാൻ ഇന്നലെ ഞാൻ എന്താ പറയാ GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇതിന്റെ ക്ലിപ്പ് വരും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ സ്പാം ചെയ്യും, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് വരുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്നലെ നോർമൽ ലൈവ് മാറ്റി വെച്ച് GTA മാത്രം ചെയ്തത്. അതിലും ഒന്നും ഞാൻ ഈഗിളിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഇത്രയും സംസാരിച്ചതിൻ്റെ ഇടയിൽ എൻ്റെ വായിൽ നിന്ന് അറിയാതെ പോലും ഞാൻ ഒരു തെറി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തെറി വിളിച്ചിട്ടില്ല ഈഗിളിനെ, കാരണം അങ്ങനെ ഒരു തെറി വിളിക്കേണ്ട ഇതിലേക്ക് ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. തൊപ്പീനെ പറഞ്ഞത് ഓക്കെ, അവർ തമ്മിൽ തീർക്കുവാന്നല്ലാണ്ട് ഞാൻ ഇതിൽ കയറി തെറി വിളിച്ച് ഇതാക്കാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല. എനിക്ക് അതിന് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ തെറി വിളിച്ച് ഈഗിളിനെ തെറി വിളിച്ച് അങ്ങനെ ഇതാക്കുവാന്ന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്, എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ആ റെസ്പെക്റ്റിൻ്റെ കണ്ണോടുകൂടി തന്നെയാണ് ഞാൻ ഈഗിളിനെ കണ്ടതും ഞാൻ ട്രീറ്റ് ചെയ്തതും. ഞാൻ ഓരോ തവണ സംസാരിക്കുമ്പോൾ ആയാലും എൻ്റെ ഉള്ളിലടക്കം ആ ഒരു റെസ്പെക്റ്റും ഇതും ബഹുമാനവും കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് ഈഗിളിൻ്റെ അടുത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന ആളെ കുറിച്ച്, അതായത് MRCനെ കുറിച്ച്, അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്നത് നമ്മളെ എന്നെ കുറച്ച് എന്താ പറയുക, എൻ്റെ ഉയർച്ചയിൽ എന്നെ ഇതിലേക്ക് എത്തിച്ച ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഇതൊക്കെ മാറ്റി നിർത്തിയാലും എൻ്റെ ഫ്രണ്ടാവും, എൻ്റെ 13 വർഷമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ MRC ഇതെല്ലാം മാറ്റി വെക്കുക, എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഒരാൾ വന്ന് ഇങ്ങനത്തെ എന്താ പറയുക, ഓൻ റീച്ച് ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ്, എന്താണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളും ബ്രദർ, നമുക്കത് കൊള്ളും. കാരണം ഇങ്ങനെ പോയാലും അതിപ്പം നിങ്ങൾക്ക് കൊള്ളൂല്ലേ. ചന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈഗിളിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തൊപ്പി വന്ന് പറയുന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ചുമ്മാതിരിക്കും? ഇല്ല, ആർക്കും അത് പറ്റൂല, മനസ്സിലാവും. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെ കുറ്റം പറയുമ്പോൾ ഞാനത് എനിക്കത് പ്രതികരിക്കാൻ പറ്റൂല, മനസ്സിലായോ? എനിക്കത് കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ പിന്നെ അക്സെപ്റ്റബിൾ ആണ്, അതിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഈ മാറ്റർ അല്ല ഞാൻ സംസാരിക്കുന്നത്, ഇത് ഞാൻ തൊപ്പിയെടുത്ത് സംസാരിക്കും. നമ്മളെ കാര്യങ്ങളിലും കൂടുതൽ ഇത് കാണിച്ചുകൊണ്ട് എന്താ പറയാ, നമ്മളെ മൊത്തത്തിൽ അടിച്ചമർത്താൻ വേണ്ടി ഈഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കി നിൽക്കുമ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടിച്ചമർത്താൻ വേണ്ടി ഈഗിൾ ചെയ്യുന്നത് എന്ത് അടിച്ചമർത്താനാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഇതിനാണ് റിപ്ലൈ വേണ്ടുന്നത്. ഇതാണ് ഞാൻ ട്രിഗർ ആവാനുള്ള സാധനം ഗൈസ്. ഈ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് എന്താ? ഇവരുടെ കൂടെ RP ചെയ്യാൻ സഹകരിക്കണതാണോ അടിച്ചമർത്തൽ? ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു അടിച്ചമർത്തൽ? ഇതാണ് എനിക്ക് പറ്റാത്ത സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാ. ഇന്നലെ ഞാൻ എന്താ പറയാ GTA ലൈവാണ് ഞാൻ ഇന്നലെ ചെയ്തത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇതിന്റെ ക്ലിപ്പ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈഗിൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈഗിൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ പേര് ഇട്ടതെന്ന് പറഞ്ഞാൽ അതെൻ്റെ എൻ്റെ എന്താ പറയുക, എൻ്റെ വായിന്ന് അറിയാതെ വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത്രയും ഈഗിൾ പറഞ്ഞ ഒരു ഇതൊരു സിമ്പിളായിട്ട് കണ്ടാൽ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾ അത്രയും നമ്മളെക്കുറിച്ച് പറഞ്ഞു അല്ലേ, അതൊരു മിസ്റ്റേക്കാണെന്ന് ഈഗിൾ എന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് കേട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഈഗിളാണെങ്കിലും ഒരിക്കലും നിൽക്കൂല ഇങ്ങനെ ഒരു കാര്യം. അതായത് GTA അകത്തുള്ള കാര്യം, ഗെയിമിൻ്റെ അകത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറത്തുള്ള കാര്യമാണ്. പുറത്തുള്ള കാര്യങ്ങൾ ഈഗിൾ വലിച്ചിട്ട സ്ഥിതിക്ക് എനിക്ക് എന്താ പറയുക, എനിക്കിതിൽ ഇടപെടാണ്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ എന്തായാലും പറയേണ്ട കാര്യം എനിക്ക് ക്ലിയർ ചെയ്തേ പറ്റൂ. എനിക്ക് അതിൻ്റെതായ ഒരു ചുമതല, ആസ് എ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ട് ഇതിൽ, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഇതും കണ്ട് അല്ലെങ്കിൽ ഇതും കേട്ട് എനിക്ക് ഒരിക്കലും അങ്ങാണ്ട് നിൽക്കാൻ പറ്റൂല.
ഈഗിളിനെ നമ്മൾ അങ്ങനെ റെസ്പെക്ട് ചെയ്ത് കണ്ടതാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തതും. പക്ഷേ ഇങ്ങോട്ട് വന്ന് നമ്മളെ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതും ഇത്തരം കാര്യങ്ങളിൽ തൊപ്പിയെ വലിച്ചിട്ടതും ഇതിലെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ ആ വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത് അത് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത്. റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഷമീറെ. ഇനിയെങ്കിലും ഷമീർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കളിയാക്കുകയല്ല. ഷമീറിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. നീ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ. നിന്റെ കൂടെയുള്ള കോ ലീഡേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വരെ ഈ പറയണത് പോലെ കുറേ കാര്യങ്ങളിൽ നീ തന്നെ നിന്നെ മറ്റു മീറ്റിങ്ങിന് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി പോകുന്ന ക്ലിപ്സ് വരെ കളിയാക്കുന്ന രീതിയിൽ നിങ്ങളെ അപരാധിക്കാൻ വേണ്ടി എൻ്റെ ഡിസ്കോഡ് ഇന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നീ ഒരു ലീഡറായിട്ട് പോലും ഒരു വാറിന് എന്തോ നിന്നെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഡിസ്കോഡിൽ നിങ്ങളെ അപരാധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം ഇടുവോ അതെല്ലാം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇന്ന് എൻ്റെ മോഡറേറ്റേഴ്സിനോടും പറഞ്ഞ് ഇത് ഫിൽട്ടർ ചെയ്യണം, ഇത് നല്ല രീതിയിൽ നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് നീ ലൈവ് ഓഫാക്കി പോയി. അപ്പം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ഈ ഒരു ലൈവിന് റിപ്ലൈ കൊടുക്കാൻ മാത്രം ആവരുത്. ഈ ഗ്യാങ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറയണത് പോലെ ഞാൻ ഇപ്പോഴും പറയുക, എനിക്ക് ഫ്രണ്ട്ലി എന്നുള്ളൊരു സാധനം വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നീ അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കുക. നീ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയിൽ അതും വരുമെന്നുള്ള സത്യം മനസ്സിലാക്കണം. അല്ലാതെ ലൈവ് ഇടാൻ നേരം മാത്രം GTA ഓപ്പൺ ചെയ്തിട്ട് GTA കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലല്ല. ആ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തു പറയുവാണ്. എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് ഞാനിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്രയും എന്താ പറയുക, ഇത് പറയാൻ പറ്റുമോ, ഇത് പറയരുത്, ഇത് പറയരുത്, ഇത് പറയരുത്, ഇങ്ങനെ തെറി വരരുത്, എൻ്റെ വായിൽ നിന്ന് ഒരു തെറി പോലും വരരുത്, ഞാൻ ഒരു തെറി പോലും വിളിക്കരുത്, അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ദൃഢനിഷ്ഠ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കറണ്ട് വന്നില്ല ഇതുവരെ. കറണ്ട് വന്നു ബ്രോ, പക്ഷേ ഇൻവെർട്ടർ പോയതാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈഗിളിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞത് എനിക്ക് റിയാക്ട് ചെയ്യാൻ നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കൊരു ഓഡിയൻസ് ബേസ് ഉണ്ട്, MRCക്ക് ഒരു ഓഡിയൻസ് ബേസ് ഉണ്ട്. അത് എനിക്ക് തൊപ്പി തന്നതാണ്. അത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തൊട്ട് ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങാണ്ട് നോക്കിയും കണ്ടും എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല. മനസ്സിലായോ? അത് ഈഗിളിനും അങ്ങനെ തന്നെ ആയിരിക്കും, അതിപ്പോൾ നിങ്ങളെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ചെയ്തു, ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ പോകാനാണെങ്കിൽ പറ്റി അത് പറയാനും ഇത് ഈ പറയണത് ഞാൻ വിചാരിച്ചത്. എനിക്കറിയാം അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, കുറെ കഥകൾ കുറെ മറ്റേ ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഞാൻ ഒന്ന് കേട്ടോടെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കേട്ടോട്ടെ, ഒരു മിനിറ്റ്. എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കേൾക്കണം എന്നുണ്ട്. കാരണം ഇതായിരുന്നു സിറ്റുവേഷൻ ട്രിഗർ ആയതിൽ, അതായത് ഇത്രയൊക്കെ വൾഗർ ആവാനുള്ള മെയിൻ ഒരു കാരണം. ഇത് മാത്രം ജസ്റ്റ് ഞാൻ ഒന്നും പറയാൻ പോകത്തില്ല ഗൈസ്. ഇനിയിപ്പോൾ ഇവ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത് വേണ്ടാന്ന് വെക്കാം, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. മാത്രം എന്താ ലൈവ് ആയതുകൊണ്ടാണ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേക്ക്. അത് നമ്മൾ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണേന്ന് അത് വേണ്ടാന്ന് ഞാൻ പറയരുത്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എനിക്കിത് മനസ്സിലാകാത്ത കാര്യം, മനസ്സിലായ TV ആണെന്ന് പറഞ്ഞു, ഞാൻ അപ്പാടെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ബ്രോ സോറി. അതിപ്പോൾ TV ആയിക്കൊണ്ടല്ല, ആരായാലും ഞാൻ സോറി പറയും. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയൂ. മനസ്സിലായോ? അവൻ 54 അണ്ടി എന്ന് ബ്രോ, അവൻ 54 എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അത് TVക്ക് മാത്രമാണെന്നാണോ ബ്രോ? ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി സിറ്റിയിൽ കളിക്കുക. ഇത് TVയുടെ ഗ്യാങ് ഡ്രസ്, ഇത് TVയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ബ്രോ സോറി പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത്. മനസ്സിലായില്ല, അതാണല്ലോ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാലോ, മിന്നാത്ത ലൈവ് ഇപ്പൊ ഈഗിൾ സോറി പറയുന്നുണ്ടല്ലോ, അത് സോറി പറയുന്നതിൽ എന്താ അതിന്റെ അർത്ഥം? അത് സോറി അത് മിസ്റ്റേക്ക് ആണോ? അതപ്പം മിസ്റ്റേക്ക് ആയോ? അത് മിസ്റ്റേക്ക്, ഇതൊന്നും മിസ്റ്റേക്ക് അല്ല, അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അത് മിസ്റ്റേക്ക്. ഇതൊന്നും തൊപ്പീനെ നല്ല രീതിയിൽ അപരാധിച്ചിട്ടുണ്ടല്ലോ, നൂഡിൽസ് വാരിയിട്ടു മറ്റേത് വാരിയിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതാണ്, ഈ പറഞ്ഞതൊക്കെ അറിയാതെ പറ്റിപ്പോന്നതാണ്. ഇതൊക്കെ അറിയാതെ, അതായത് ഒരാളെ പേരെടുത്തിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ട് വാച്ചിങ് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തുമാത്രം ഇതുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഇല്ലാണ്ടാണ് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുക. ഒരാൾ ലൈവിൽ വന്നിരുന്നിട്ട് ചാറ്റ് ട്രിഗർ ആക്കി എന്നാണ് പറയുന്നത്. ചാറ്റ് ട്രിഗർ ആക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉള്ളിലില്ലാത്തൊരു സാധനം ചാറ്റ് ട്രിഗർ ആക്കുമ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പൊട്ടി മുളക്കും. ഇങ്ങനെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോ സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം, ഇല്ലാത്തൊരു സിനാരിയോ, ഇല്ലാത്തൊരു സിറ്റുവേഷൻ
ട്രിഗർ ആക്കി പോലും ഏതോ ഒരുത്തനാണ് പോയിട്ട് പറഞ്ഞു പോലും അത് എം ആർ നേരത്തെ പറഞ്ഞാന്നോ ജോക്കി ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി ഇതും അതോടെ എങ്ങനെയാ ഞാൻ പറയട്ടെ എന്ന് വെച്ചാ ബ്രോ ഈവൻ ദോ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റല്ല. നിങ്ങൾ ഫ്രണ്ട്ലി എന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നിടത്തോളം കാലം ഞാൻ ഇത് ഫ്രണ്ട്ലി എന്നല്ല പറഞ്ഞിട്ടുള്ളൂ ഇത്രയും നാള്. എനിക്ക് ഫ്രണ്ട്ലി എന്ന് പറയണ്ട, മനസ്സിലായ? ഇതൊരു തെറ്റെന്ന് ഇപ്പോഴും പറയല്ല. ഇത് നിങ്ങൾ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഇത് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് റാംബോ എന്ന് പറഞ്ഞതോ ബ്രോ ഫ്രണ്ട്ലി എന്നും പറഞ്ഞിട്ട് അപ്പൊ എന്താ റാംബോയുടെ ഉള്ളിലുള്ള സാധനമാണോ പുറത്ത് വന്നത്? റാംബോയുടെ ഉള്ളിൽ ടി വിയോടെ ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷനും റാംബോയുടെ ഉള്ളിൽ നിറഞ്ഞു കിടന്നിരുന്നതാണോ ടി വി ആണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരാണെന്ന് അറിഞ്ഞിട്ടും പുറത്ത് വന്നത്? ചോദിക്കാനാണെങ്കിൽ അങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട്. ഇല്ല ഇത് സംസാരിച്ച ലൂപ്പാവും, ഇത് സംസാരിച്ച ലൂപ്പാവും ആണ് പറയുന്നത്, മനസ്സിലാവും. ഈ കൺവേർട്ടിങ് ഊമ്പിക്കോ, അതിൽ വേറെ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓവർ ഊമ്പാൻ വേണ്ടി വരരുത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഹലോ ഒന്നുമില്ല ചുമ്മാ കാശുകളല്ലോ. ഇല്ല ഇതൊക്കെ അധ്വാനിച്ച് മേടിച്ച് വെച്ചിരിക്കണല്ലേ, നമ്മള് കുറെ കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ, അതൊക്കെ തല്ലി പൊട്ടിക്കുക. അങ്ങനെ തല്ലി പൊട്ടിക്കൊന്നുമില്ല. അതും വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സോറി. നാളത്തെ എന്റെ ലൈവില് ഫേസ് ക്യാമിന് ഇത്രയുള്ള വലിപ്പമുള്ള ഒരു പേജ്. പിന്നെന്താ, അപ്പൊ പിന്നെ ഒരാളെ കയറി ഇരുന്ന് ലൈവില് വന്ന് അപരാധിച്ചിട്ട് MRCന്റെ എന്താ പറയാ ലീഡറിനെയും ഓക്കെ അത് വിട്, എന്റെ കാര്യം വിട്ടേക്ക്, തൊപ്പിനെയും കയറി അപരാധിച്ചിട്ട് ഉള്ള ബായി തോന്നുന്ന എല്ലാ സംഭവങ്ങളും, അതായത് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അതായത് ഓരോ ചെറിയ ഡീറ്റെയിൽസ്, ഈ ചെറിയ ഡീറ്റെയിൽസ് ഒരിക്കലും ഒരു നോർമൽ വ്യൂവറിന് പോലും അറിയാത്ത കുറച്ച്, അതായത് ഒരു ഹാർഡ് കോർ ഫാനിന് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് നോക്കിയട്ടെ. അതായത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ അനക്കം, ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി അത്രയും മൈൻഡിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട് ഒരാൾ വന്ന് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ട്രിഗർ ആക്കിന്നോ. ഇത് ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കി നോട്ട് ആരെ ഈ പൊട്ടനാക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ആരെ ഈ പൊട്ടനാക്കുന്നത്? ചാറ്റ് ട്രിഗർ ആക്കുന്നു. ചാറ്റ് ഇതെന്താ സംഭവം? കണ്ട അപരാധങ്ങൾ മൊത്തം വിളമ്പലാണോ ഇത്? മാന്യമായിട്ട് 6 വർഷം സ്ട്രീം ചെയ്യുന്ന ഗെയിമിംഗ് മാത്രം സ്ട്രീം ചെയ്യുന്ന ഇത്ര വാച്ചിങ് കയറ്റുന്ന ആളാണ് ഇത് പറയുന്നത്. ഈഗിൾ പറയാണ് ഇത്ര മാത്രം വാച്ചിങ് കയറ്റുന്നുണ്ട്, ഇത്ര മാത്രം. ബ്രോ ഞാൻ ആദ്യം തുടക്കം തൊട്ടേ ചോദിക്കുന്ന കാര്യമാണ്, ഇവരെന്ത് പറഞ്ഞാലും തൊപ്പിയുടെ കേസിലോട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഞാൻ ആദ്യം തൊട്ടേ സംസാരിക്കണത് എന്റെ അച്ചീവ്മെന്റ്സ്, എന്റെ പേഴ്സണൽ കാര്യം വെച്ചിട്ടാണ്. നീ എന്തിനാ പിന്നെ ഇത് തൊപ്പിയിലോട്ട് എത്തിക്കണം? തൊപ്പിക്ക് പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തൊപ്പിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സോറി പറഞ്ഞത്. അത് എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ അഡ്മിറ്റ് ചെയ്തതാ. ഓക്കെ, നിങ്ങൾ ഇത്രയും സിറ്റുവേഷനെ പറ്റി പറ, ഈ ബാക്കി ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണില്ല. സ്ട്രീം ചെയ്തുകൊണ്ട് ഇത്ര മാത്രം സംഭവം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെന്ന് ബായിന്ന് വരേണ്ട കാര്യമാണ് ഇത്. ഞാൻ വന്നിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഈകളെ നീ തന്നെ ഇപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പുറം ഇപ്പുറം മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകേണ്ട ആൾക്കാരാ ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അപരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗർ ആക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണമില്ല ബ്രോ. പറഞ്ഞില്ലേ തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ. ബ്രോ ഈ നാണത്തിന്റെ ഒക്കെ കേസ് പറയണ ഞാൻ പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. ഞാൻ അതാ പറഞ്ഞ നാണത്തിന്റെ ഒക്കെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഞാൻ പറയാം ബ്രോ. ഞാനിപ്പോ ജീവിതത്തിൽ എനിക്ക് പട്ടിണി കിടക്കേണ്ട വന്നാലും ഞാൻ സാരി ഉടുത്ത് ഇവിടെ വന്ന് നിൽക്കൂല. ഇല്ല ജോക്കി, ഞാനത് ചെയ്യത്തില്ല. അവനൊന്നും എൻ്റെ അടുത്ത് നാണത്തിന്റെ കാര്യം പറയരുത് ജോക്കി. ഇങ്ങനത്തെ ആൾക്കാരൊന്നും എൻ്റെ അടുത്ത് നാണത്തിന്റെ കാര്യം പറയരുത്. നാണത്തിന്റെ കാര്യമൊക്കെ അത് വിടണം ജോക്കി. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അത് ഞാൻ അതുപോലെ സംസാരിച്ചേ. അപ്പൊ അവൻ ഇതിങ്ങനത്തെ കാര്യങ്ങൾ നാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടേ ജോക്കി, അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് എനിക്ക് കിട്ടിയ ഊമ്പലിന്റെ ട്രിഗറിന്റെ പുറത്തിൽ പറഞ്ഞതാ. ഒരാളുടെ അടുത്ത് ഒരു തെറ്റ് പറഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാം, സോൾവ് ചെയ്യാം. പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് താല്പര്യമല്ലേ, അവരുടെ അടുത്ത് സംസാരിക്കാൻ പോയിരിക്കും. അല്ലാതെ അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒരുത്തനെ കാല് പിടിക്കാനൊന്നും പറ്റത്തില്ല ജോക്കി. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സാധനം ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തുടക്കം തൊട്ടേ ഞാൻ പറയണം. അതുകൊണ്ടാണ് തുടക്കം തൊട്ടേ എനിക്ക് അത് പറയണത് താല്പര്യമില്ല, അതുമില്ല.
വേണ്ട വേണ്ട ഇവിടെ എന്തായാലും സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനെ പറ്റിയോ ഇതിനെ പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക. അത് നിങ്ങൾ അതിലേക്ക് സോറി പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ അതിനല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി? ഇതൊന്നുമില്ല. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. TVന്റെ ഓഡിയൻസും തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത്രമാത്രം ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ ഈകള് മറ്റേ തൊപ്പീന്റെ മുമ്പിലും ബാക്കി ആൾക്കാരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായി. അവർ എന്നെ സ്വയം ഇതാക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, കുറെ കഥകൾ കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ടാണ് മൂപ്പര് ഇപ്പൊ പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടോ, എന്നെ പറയുമ്പോൾ ബാക്കി ഞാൻ പറയാം. എന്നാണ് ചോദിക്കുന്നത്. ഇതില് എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് ഇത് കിടലും ജോഗി. അറ്റ്ലീസ്റ്റ് അത് ഇത്രയും കേട്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ല ജോഗി. നമ്മളത് എക്സ്പെക്ട് ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വിടുന്ന ഞാൻ തോന്നണം നല്ലത്. വേസ്റ്റ് ഓഫ് എനർജി ആയി പോകും സീരിയസ്ലി. ഇത്രമാത്രം ഇതിനി ഇരുന്ന് ലൂപ്പാക്കാൻ എനിക്ക് വയ്യ. ഞാൻ പറയാനുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പം വെറുതെ ഇതാക്കി അവനിരുന്ന് ഇതിനു വേണ്ടി ഇരിക്കുവാന്നാ തോന്നുന്നത്. ശരിക്കും പറഞ്ഞ നമുക്കിത് ഞാൻ എന്തിനാ ഇപ്പൊ ഇത് ഒന്നുകൂടെ നോക്കിയെന്നറിയോ ഗൈസ്? ഇത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല. നാളെയും ഇത് തന്നെ വന്നിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി ഞാൻ ഇവിടെ ഇരിക്കണം. എനിക്ക് താല്പര്യമില്ല അതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് ഇത് പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്നാ വിചാരിച്ചേ. പക്ഷെ അന്നേരം അവിടെ ഇതിനു മുമ്പ് സംസാരിച്ച രീതിയിലല്ല സംസാരിക്കണം. ഞാൻ ഇന്ന് സംസാരിച്ച രീതിയും എനിക്കിത് ഇതുപോലെ ഇവൻ ഈ പറഞ്ഞതുപോലെ ഒന്നുമില്ല. ഇവൻ പറഞ്ഞതിന്റെ അപ്പുറത്തെ രീതി സംസാരിക്കാൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കുണ്ണയും പേടിയില്ല. സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനത്തെ പേടിയുള്ള കാര്യം കൂടുതലൊന്നും അല്ല. എനിക്ക് ഇവനൊക്കെ പറഞ്ഞതുപോലെ TV ഓഡിയൻസിനെ ഇങ്ങനെ ബോധിപ്പിച്ച് ലൈവ് സ്ട്രീം ചെയ്ത് അരി മേടിക്കേണ്ട ഗതികേട് എനിക്കില്ല. സത്യമായിട്ടും ഇല്ല. എനിക്ക് അങ്ങനെ മറ്റേ ഫേക്ക് ആയിട്ട് നിൽക്കേണ്ട. ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ വന്ന് പറഞ്ഞ് ഇതാക്കി പോയി. പിന്നെയും ഇരുന്ന് മറ്റേ ഇവൻ ലാസ്റ്റ് പറഞ്ഞ അങ്ങനെയല്ല, അവൻ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിച്ചു തന്നെ. അപ്പൊ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ഇതുപോലെ ഒന്നും പറഞ്ഞില്ല. ഞാൻ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ ഒരു തെറി പോലും പറയാതെ ഞാൻ ഇത്രയും നേരം സംസാരിച്ചേ. അപ്പം മറ്റേ അമ്പി എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ അമ്പി കളിക്കരുത്, മറ്റേ ഇതാക്കരുത്, കുക്ക്ഡ് അപ്പ് സ്റ്റോറി എന്നൊക്കെ ആണെങ്കിൽ ഇത് നീ ആദ്യം പോയി നിന്റെ കോലീഡേഴ്സിനോട് പറ. അവരാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇതായിട്ടുള്ള ആൾക്കാർ. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മതി നമ്മുടെ അടുത്ത് പറയണത്. മനസ്സിലായ? അപ്പൊ സ്റ്റോറി ഇട്ടതോ? എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്. ഞാൻ സ്റ്റോറി ഇട്ടതിനകത്ത് ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്തോ? അത് ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ഇമോജിയാ. ഞാൻ എന്തേലും പറഞ്ഞോ? അല്ല, എനിക്കിപ്പോ ഇവൻ കാണിച്ചതുപോലെ മറ്റേ വേസ്റ്റ് ബാസ്ക്കറ്റ് ആണെന്ന് പുള്ളിക്കത് അറിയത്തില്ല. വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തത് പോലെ ഞാൻ മനുഷ്യന്മാരാകുമ്പോൾ ഇഷ്ടം പോലെ ഇതൊന്നും സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം പോലില്ല. ഷഡ്ഡി ഉണ്ട്, ഒരു 2 ഷഡ്ഡി എടുത്ത് ഞാൻ എന്റെ പാന്റിന്റെ പുറത്തോടെ ഇട്ട് ഞാൻ ഈ ഫേസ് ക്യാമിൽ വന്നിരുന്ന ഇതിലും കൂടുതൽ ചിരി വരും ഇവിടെ. മനസ്സിലായോ? ഉറപ്പായിട്ടും വരും. ഒരു ഷഡ്ഡി എടുത്തിട്ട് വന്നാൽ മതി. ഇല്ല ജോക്കി, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലല്ല തിരിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ജോക്കി. നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലല്ല തിരിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ അങ്ങനെ ഇതാക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇത്ര നേരം ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ ജോക്കി. എനിക്ക് പറയാനാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടാനല്ല ഞാൻ തുടങ്ങിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള ഇതിന്റെ പുറത്താണ് ഞാൻ ഇത് ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞത്. എനിവേ എന്തായാലും ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇനി വേണേ പുള്ളിക്ക് എന്ത് വേണേ ഇതിന്റെ ബാക്കി ഇരുന്ന് അവരാധിച്ചാൽ ഞാൻ ബാക്കി ഇത് പറഞ്ഞോളാം. എനിക്കിപ്പോൾ അവൻ പറഞ്ഞതിന്റെ കാര്യത്തിലാണ് ഞാൻ റിപ്ലൈ പറഞ്ഞത്. എനിക്ക് വേറെ അതിൽ കൂടുതലൊന്നുമില്ല. ഇനി തൊപ്പി വരുന്ന സമയത്ത്, അവൻ ആക്റ്റീവ് ആവുന്ന സമയത്ത്, അവൻ മെന്റലി ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചോളാം. അല്ലാതെ അതിൽ കൂടുതൽ വേറെ എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എത്രയെങ്കിലും പറയണ്ടേ? അവന് മാത്രമാണോ വായുള്ളതെന്നാണോ അവന്റെ വിചാരം? അല്ല, എനിക്കും പറയാം. ലാസ്റ്റ് 5 മിനിറ്റ് നോക്ക്. ഇനി ഒരു അണ്ടി നോക്കാൻ താല്പര്യമില്ല ബ്രോ. പറയാതിരിക്കാൻ വയ്യ. അയ്യോ, ഞാൻ ഇത് എടുത്തതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് നിങ്ങളുടെ എല്ലാം പറഞ്ഞ കണക്ക് നമ്മൾ അങ്ങോട്ട് ഒരു രീതിക്ക് ഒന്നിനും നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കരുത്. ഒരാവശ്യമില്ല. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തോ മുഞ്ചാനാ വീണ്ടും റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പഴും റിയാക്ട് ചെയ്യുമോ? ഷമീറെ, ക്രോസി
എന്താടാ അതൊരു സീൻ കണ്ടോ ചിരിച്ച് ഗോകുൽ മനസ്സിലായിട്ടുണ്ടോ ഇങ്ങനെ? എനിക്ക് മനസ്സിലായി. എന്തുവാടാ எம்ஜிஆர் பார்த்திருக்கேன், சிவாஜியை பார்த்திருக்கேன், ரஜினியை பார்த்திருக்கேன், கமலை பார்த்திருக்கேன். இந்த மாதிரி ஒரு நடிகரை பார்த்ததே இல்லடா. അയ്യോ സ്കില്ലാണ്. അണ്ണാ അണ്ണാ പറയടാ. അണ്ണന്റെ ലൈവ് എടുത്ത് സ്പോട്ട് ചെയ്താ കേക്കുന്നത്. എന്തോ പൂഞ്ചാരാണ് അതിന് വീണ്ടും റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പഴേ ചുമ്മാ ഇരുടാ നീ. അപ്പോഴേ ബ്രോക്കർ ഉപയോഗിച്ച RP കയറി. കാര്യമാണോ? സീരിയസ് ആയിട്ട് എടുത്ത് നോക്ക് നീ, എടുത്ത് ഇല്ല, വിട് 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 വിട്. വിട് വിട്. വിടുന്നാണ്. എല്ലാം കഴിഞ്ഞു. വിട് 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 ഗൈസ്, ഞാനൊരു കാര്യം ഇപ്പോഴും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയായിരുന്നു എൻ്റെ കൺസേൺ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അതായത് എനിക്ക് നമ്മൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് കിട്ടിയത് എനിക്ക് നെഗറ്റീവായിട്ട് ആയതുകൊണ്ടുള്ള വിഷമത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ലൈവ് വന്നത്. അതിലുണ്ടായിരുന്ന എൻ്റെ മിസ്റ്റേക്സ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ട് MRCയിലെ ഒരു പ്ലേയേഴ്സിനെയും TVയിലുള്ള ഒരാളും ലൈവ് ഇട്ട് ഇനി നാളെ തൊട്ട് അവരാധിക്കില്ല. അണ്ടിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞ് മറ്റേ ഊമ്പിച്ചില്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ വിടുക. ഇപ്പൊ ഷമീറിന്റെ അടുത്ത് പറയേണ്ട കാര്യം പറഞ്ഞു, അവർ പറഞ്ഞു, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഇതാക്കി. ഇനി ഇതിന്റെ കുറെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഓരോരുത്തർക്ക് ഈഗോ പൊട്ടും. മേ ബി ചിലപ്പോൾ എനിക്കത് സംഭവിക്കാം, അവനത് സംഭവിക്കാം, എന്ത് വേണം സംഭവിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമ്മുടെ സൈഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോക്കി കണ്ണാപ്പി ആവുമ്പോ സത്യമാടാന്ന് എടുത്ത്. എത്ര രൂപ വേണം ഈ ശിഖണ്ഡിയുടെ വേഷം വലിച്ചെറിഞ്ഞ? എടാ, വിട്രാ, വിട്രാ. എടാ, ഞാൻ പറയട്ടെ ഗൈസ്. ഈ ലൈവ് കഴിഞ്ഞാൽ ഇത് ഇനി ഈ പറയണത് പോലെ ഇനി ഒരു TVയുടെ ഇനി സിറ്റിക്കകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇത് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാനത് അന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ളു ഗൈസ്. വെറുതെ ഞാനത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മറ്റേ ഇവരുമായിട്ട് സിറ്റുവേഷൻ എടുക്കാനൊന്നും പറയണമല്ല. അതല്ലേ ഏറ്റവും നല്ലത്. നിങ്ങൾ തന്നെ ആലോചിക്ക്, ഈ പറയണത് പോലെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഒരു റിവലറി ഗ്യാങ് എന്നുള്ള രീതിയിൽ സിറ്റുവേഷൻ അങ്ങ് ഫിനിഷ് ആയി പോട്ടെ. നമുക്ക് ഈ പേഴ്സണൽ കൺസേൺസും കമ്മിറ്റ്മെന്റ്സും വരുമ്പോഴാണ് സിറ്റിക്കകത്ത് ഈഗോ കൂടുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൺസേൺ ചെയ്യാന്ന് പറഞ്ഞേ. അപ്പൊ സിറ്റിയിൽ അങ്ങനെ പോട്ടെ, സിറ്റുവേഷൻ ആയിട്ട് പോട്ടെ, അത് മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ആണെന്നും അതാണെന്നും ഇതാണെന്നും നോക്കാൻ നിൽക്കണ്ട. ഇനി ഒരു സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെ ഇതായിട്ട് അതിന് ജയിച്ചാലും തോറ്റാലും വാറില്ലെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെ നമുക്ക് തീർക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി TVയിലെ മെമ്പേഴ്സ് ആരും എടാ ഇവിടുന്ന് ആരും ലൈവ് ഇടുന്ന ഒരാളുടെ അടുത്ത് നാളെ കണ്ണാപ്പി നിന്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് കേട്ടാ കണ്ണാപ്പി, എനിക്കറിയാം, ഞാൻ നിന്നെ കുറ്റമായിട്ട് പറയല്ല. നീയൊക്കെ നേരത്തെ ലൈവ് ഇടുന്നോണ്ട് പറയുക. നിങ്ങൾ ആരുടെ സൈഡിൽ നിന്ന് MRC പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലത്തെ ഒരു സാധനം നമ്മുടെ സൈഡിൽ നിന്ന് ഇനി വേണ്ട. നമുക്ക് RPയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ RPയുടെ രീതിയിൽ പോട്ടെ. എനിക്കിത് വെളിയിലോട്ട് ഇതാക്കാനും മറ്റേ എക്സ്ട്രീം അടിമഴക്കിലോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല. അതുകൊണ്ട് TVയിലെ എല്ലാവരുടെ അടുത്തും ഞാനത് പറഞ്ഞോളാം. ഇതിന്റെ അപ്പുറത്തോട്ട് ബാക്കി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒബ്വിയസ്ലി ഞാൻ കോഹ്ലിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയുമായിരിക്കും. അവർ പറഞ്ഞോട്ടെ, എനിക്കത് കുഴപ്പമില്ല. പക്ഷേ ഇത് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞത് സത്യമല്ല എന്ന് പറയുവാണെങ്കിൽ ഞാനൊരു ലൈവ് കൂടെ വരും. ആ ലൈവിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കാണിക്കാനും ഉണ്ട്. അത് പക്ഷേ ഇപ്പം ഞാൻ കാണിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടത് ഞാൻ അത് പറഞ്ഞ വലിയ പ്രശ്നമായി വേണ്ട. അല്ല, അന്നേരം ഞാൻ കാണിച്ചോളാം. അത് കാണിച്ചോളാം. അത് ഒരിക്കലും ഈ പറയുന്ന പെർട്ടിക്കുലർ കോ ലീഡർ ആയിട്ടുള്ള ആൾക്ക് പോലും ചിലപ്പം നന്നായിട്ട് വരില്ല. അത് ഈ പറയണ MRC ഓഡിയൻസ് വരെ ചിലപ്പം വേറെ രീതിയിൽ അത് എടുത്തു കളയും. അതുകൊണ്ട് എനിക്കത് പറയാനില്ല. അതുകൊണ്ട് ഞാൻ ആ സാധനം വിടുക. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവർ പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു ലൈവ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി ഞാൻ
ഇതുപോലത്തെ ഒരു ഈ കോൺട്രവേഴ്സി ലൈവ് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ഇടാൻ താല്പര്യമില്ല, കഴിഞ്ഞു, നിർത്തി. വോൾ ഓഫ് ഷെയിം എന്താ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇത് സ്ക്രീൻ 1 സ്ക്രീൻ 1 ആയിരുന്നല്ലേ എൻ്റെ സ്ക്രീൻ. വോൾ ഓഫ് ഷെയിം എന്താ സൗണ്ട് കേട്ടെ? വിനീതിനെ പട്ടി അടിച്ചാ? പക്ഷെ വെളിയിൽ എന്താ പട്ടി അടിക്കാൻ ആരോ അലർ? ഒരു സെക്കൻഡ്. എടാ പിന്നെയും വന്ന് ശാന്ത ചേച്ചി എന്നൊക്കെ കമന്റ് ഇടുന്ന പട്ടി അവരാതി പുണ്ടച്ചി മക്കൾ ഇങ്ങനെയൊന്നും വേറെ ഒരു പണിയില്ല. എന്റെ ലൈവ് എനിക്ക് തെറി വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വാച്ച്മാൻ കല്ലെറിഞ്ഞു പട്ടി എന്തോ ഒരു പട്ടിയുടെ ഞാൻ ഹെഡ്സെറ്റ് ഒരു സൈഡ് ഊരിട്ട് ഇതാക്കിയപ്പോ ഒരു പട്ടിയുടെ സൗണ്ടും ഒരാളുടെ ശബ്ദവും. പോയ ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തു. എന്ത് അല്ലല്ല എന്റെ ലൈവിലേടാ ഈ ചുമ്മാ ഞാൻ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനകത്ത് പിന്നെയും വന്നിട്ട് ശാന്ത 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 എന്നും പറഞ്ഞിട്ട് പണിയില്ല ഇവന്മാർക്കൊന്നും. തോടാൻ ഗോത്താന്ന് சொல்லிட்டு പോയിടും ചുക്കി. എടാ പോയി കിടന്ന് ഉറങ്ങടാ പിള്ളേരെ, പോയി കിടന്ന് ഉറങ്ങണിയൊക്കെ. Looks like Nova Prime got himself a twin brother. Rizzo was no unknown user or whatever random name generator came up with, aka Falcon. Bro really watched Nova Prime get publicity, executed and said, yeah, I can do it better. New identity, new Discord, new Rockstar account, same old HWID. HWID എന്താടാ? Hardware ID. Bro really forgot the only thing that actually matters, lol. Achievement unlocked. Permanent ban the L Falcon. Nova Prime Alpha Shadow world record holder. Falcon Rise the Ozone tried and failed. Moral of the story: man changed his entire identity but left the I am get banned again settings on. ഇത് ആരാ ഇവിടുത്തെ ബാൻ ഇടേ? സോണി എന്ത് കിടിലല്ലേ ഫൈനൽ മെസ്സേജ്. ന്യൂ ഐഡന്റിറ്റി സെയിം ബ്രെയിൻ. Bro really thought this was a stealth mission. Turns out it was just a run back to the ban list. Banned, logged, exposed, banned again. Welcome back to the wall of shame. അയ്യോ എന്തൊരു കണ്ടിയൊക്കെയല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടത്, അത് ഇന്നലെ വായിച്ചായിരുന്നു. ഈ ഗെയിം ഒക്കെ ആക്കിട്ട് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സ്വന്തമായിട്ട് സാമാനം വളച്ചു വെച്ച് ചൂപ്പണം ഇവനൊക്കെ, അതിനെ പറ്റുള്ളൂ. വേറൊരു സംഭവം ഉണ്ടെന്നാ, ഏതൊരു ഗ്യാങ് ഇതുപോലെ ഫയലിട്ട് കളിച്ച് പൊക്കിയവനെ തിരിച്ച് ആരും അറിയാതെ വേറെ അക്കൗണ്ടിൽ വന്നപ്പോ കയറ്റി അത് തൂക്കി. അതിലെ 4 പേർക്ക് ബാങ്ക് കൊടുത്ത് ആ ഗ്യാങ്ങിലെ കോ ലീഡർ ലീഡേഴ്സിനൊക്കെ. അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെ അവസ്ഥയാണ്. ഇവിടെ എക്സലൻസിലാണോ അത് കൊടുത്തേക്കുന്നത്? ഇവിടെ തന്നെ തൊട്ട് മേളിൽ ഇത് MRC ഫാൽക്കൺ അല്ല, MRC ഫാൽക്കൺ അല്ല, ഇത് വേറൊരുത്തനാ. ഇത് ഇവൻ ഓൾറെഡി ഇവനെ ഈ നോവ പ്രൈം ഇവനെ നേരത്തെ ഒരു ദിവസം ബാൻ കൊടുത്ത തൊട്ട് മുകളിൽ അവനെ തന്നെ ഉണ്ട്. ഇതേ കണ്ടോ, ഇതാ കണ്ടോ? അല്ലല്ല അതിവൻ തന്നെ. പറയോ നോക്കട്ടെ ചുക്കി, എല്ലാരും ഉണ്ടെങ്കിൽ കളിക്കാം നോക്കാം. അതിന്റെ മുകളിൽ 4 പേർക്ക് ബാങ്ക് കിട്ടിയതുണ്ട് ഗ്യാങ്ങിലെ. ആണോ? ഇവന്മാരാണോ? ഇതാണോ DNA അങ്ങനെ എന്താ പറഞ്ഞ ഗ്യാങ് ഉണ്ടായിരുന്നു ഇവിടെ. അവരുടെ ഗ്യാങ് സ്മെല്ലാക്കി വിട്ടത്. മണപ്പാട്ടിൽ ചന്തിയാ? എന്താ ഇത്? ചാണ്ടി. ഓ മണപ്പാട്ടിൽ ചാണ്ടി. പാട്ടിൽ ചാണ്ടി, ക്യാപ്റ്റൻ ഡിക്രൂസ്, റിക്സ് ഡയോസ്, ലാസർ, ഇവർക്കൊക്കെയാണ് ഈ ബാൻ കിട്ടിയേക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് ഒന്നും കളിക്കാനുള്ള ഒരു ഇതല്ല. ജോക്കി നമുക്കേ ലയസ് ബാർ കളിച്ചാലോ കുറച്ചു നേരം? ജോക്കി വരുന്നില്ല? ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല. കുറച്ചെമ്പേ ഉള്ളു. ഞാനും ഇൻസ്റ്റാൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണേ കുറച്ചു നേരം ലയസ് ബാർ കളിക്കാം. മറ്റേ സൂപ്പർ മാർക്കറ്റ് ഒരു ഇത് വേണം കളിക്കാൻ, ഒരു മൂഡ് വേണം കളിക്കാൻ. മൂഡില്ലാതെ കളിച്ചിട്ട് കാര്യമില്ല. നമുക്ക്
ആ സാധനം നമുക്ക് ആ ടൈമിൽ ഇതാവത്തില്ല. അതാ വരത്തില്ല. അത് എന്തായാലും നമ്മൾ എന്ത് കളിക്കാന്നാ പറഞ്ഞത്? എന്റെ ഉണ്ട്. ആ കണ്ണാപ്പി വാ. ബാക്കിയുള്ളൊരു ക്യൂ ചെയ്യടാ കൂടെ. അയ്യോ ക്യാമറ. ചിരിക്കാൻ വയ്യേ. കണ്ണാപ്പി നാളെ ഒരാളിന് വരുമല്ലോടാ. ഡോൺ ലിഫ്റ്റ് ഡൊമിനിക് ബാൻ. അതോടെ ഒന്ന് സംസാരിക്കടാ. നമ്മുടെ ടി വിയിലുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്നാ അത് ഒരു തവണ ഇവനെ അമ്മക്ക് വിളിച്ചിട്ട് വന്നിട്ട് സ്റ്റോറി പറഞ്ഞ സാവേജ് ഉണ്ടോ ഇവിടെ? സാവേജ് ലയേഴ്സ് ബാർ പ്ലേ നൗ. എന്റെ ഉണ്ടടാ ലയേഴ്സ് ബാർ. അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവാൻ ചോദിക്കി. എടാ പിന്നെ വേറെ കാര്യം പറയാടാ. SRR ഡിസ്മാൻഡിലായി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൈഡിൽ നിന്ന് ലൈവില് ഇരുന്ന് വേറെ അവരതൊന്നും വേണ്ട. ഗ്യാങ് ഡിസ്മാൻഡിൽ ആവാന്ന് പറഞ്ഞ ഒരു ഡൗൺ ടൈമാണ്. നമ്മളും അത് ഫേസ് ചെയ്തിട്ട് വന്നവരാ, അറിയാലോ. അപ്പൊ ഡിസ്മാൻഡിൽ ആയവന്മാരെ പറ്റി നമ്മളെ സൈഡിൽ നിന്ന് ഇനി സംസാരിക്കണ്ട. അവര് എന്താന്ന് വെച്ചാ സെറ്റായി തിരിച്ചു വരുമ്പോ നമുക്കത് സംസാരിക്കാം. അപ്പോൾ ഒരു ഈ ഒരു ഡൗൺ ടൈം നമ്മളും കഴിഞ്ഞു വന്ന ആൾക്കാരാ. ചിലപ്പം അത് അന്നേരത്തെ ഒരു ഒരു ആലോചിച്ചെടുക്കാത്ത ഡിസിഷൻ ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് നാളെ മാറുമ്പോൾ അവര് ഇതാവും. അന്നേരം നമുക്ക് ഇതാക്കാം. അതായത് പഴയ ദൈവത്തെ ഓർത്ത് ഒരു കാര്യത്തിനും ഡിസ്മാൻഡിലായി പോയ ഗാങ്ങാ. ദൈവത്തെ ഓർത്ത് അവന്മാരെ പിടിച്ച് എടുത്തിടല്ലേ ഒന്നിനും. അത് നമ്മുടെ ഓഡിയൻസിനോടും കഴിച്ച് ഞാൻ പറയാണ്, ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ഞാനൊരു കാര്യമായിട്ട് പറയാണ്. അവര് കറന്റ് ഇപ്പൊ അവര് ഇതായി. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് അത് ചെയ്യണ്ട. നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നിനും എടുത്തിടണ്ട. വാഴ ടു ട്രെയിലറൊക്കെ ഞാൻ നാളെ ലൈവ് വരുമ്പോൾ റിയാക്ട് ചെയ്യണം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു മൂഡിലല്ല. ഇങ്ങനത്തെ ഒരു മൂഡിലല്ല ഞാനിപ്പോ. ഈ സൗണ്ട് കഴിച്ച് ഗെയിമിന്റെ ബാറിന്റെ അകത്ത സൗണ്ടാണ് അത്. ഈ ബാറിനകത്ത സാധനമൊക്കെ കണ്ണാപ്പി ഉണ്ടോടേ? എന്റർ ദ ബാർ ഹോസ്റ്റ് ഗെയിം ഞാൻ ഹോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൈൻഡ് ജോക്കേഴ്സ് ലോബി. കുറച്ച് സൗണ്ട് പ്രശ്നമില്ല. അണ്ണൻ പോയി, പോയി. അണ്ണൻ പറയടാ. അണ്ണ ഒരു ദിവസം അണ്ണ എല്ലാവർക്കും കൂടി അമംഗസ് കളിക്കണം. അമംഗസ് കളിക്കടാ, നമുക്ക് ഒരു ദിവസം കളിക്കാം. ക്യാമറ. അപ്പൊ ഗൈസ് ഇത് ജോക്കി ഒന്ന് ഞാൻ വരുന്നത് ഗൈസ്. ഞാൻ ഒരു മിനിറ്റ് വരുന്നത്. എനിക്ക് ഒരു സെക്കൻഡ്. സുഹൃത്തുക്കളെ, ഒന്ന് ലൈവ് നോക്കണം. വെച്ച് കഴിഞ്ഞാ നിങ്ങള് സന്തോഷമായിട്ടിരിക്കണം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. ദൈവത്തെ ഓർത്ത് ഇന്ന് എനിക്ക് ഒട്ടും മൂഡ് ശരിയല്ലായിരുന്നു. നാളെയും കൂടെ ദൈവത്തെ ഓർത്ത് ലൈവിനകത്ത് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. കാരണം ചൈനക്കാരനൊക്കെ കേറി ഇത് എനിക്ക് തെറി വിളിക്കാൻ വയ്യ. അതുകൊണ്ടാ ഞാൻ തെറി വിളിക്കത്തില്ല. ഞാൻ ഡിഫെൻസീവ് മോഡായിരിക്കും. അപ്പൊ എല്ലാരും നാളെ വൈകുന്നേരം ലൈവ് പറഞ്ഞേ. നാളെ ലൈവ് പറഞ്ഞേ. ഡൊമിനിക്ക് തിരിച്ചെടുക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് ഭയങ്കര വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് കണ്ണാപ്പിയുടെ കൂടെ ഞാൻ ഡിസ്കോഡ് ആദ്യം കണ്ടപ്പോ കണ്ണാപ്പി, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അത് അങ്ങനെയാണല്ലോ. നമ്മളെ വഴി കൂടെ പോകുന്ന എല്ലാം നമ്മുടെ തലയിലോട്ട് വെക്കുകയാണല്ലോ. എന്റെ വില്ലുമോനൊക്കെ ആണെങ്കിൽ ഞാനവിടെ ഇതായിട്ടിരുന്നു. പക്ഷെ കണ്ണാപ്പി ആണ് കേട്ടോ, നമ്മുടെ പഴയ പയ്യനാണ് എന്താടാ ഞാൻ ഒരു തവണയും കൂടെ പറയുക. ഇനി ആ സൗണ്ട് ഒട്ടായി കഴിഞ്ഞിട്ട് കണ്ണാപ്പിയെ മോന്ത അടിച്ചിരിക്കാൻ എന്റെ കായംകുളത്തൊന്ന്. മാമൻ വന്നിട്ട് കണ്ടില്ലേ ഡിസ്കോഡി? അല്ല, മാമൻ നിന്റെ ബൈക്കിൽ കൂടെ വന്നിട്ട് പോയത്. നിങ്ങളെല്ലാരും കഴിച്ചായിരുന്നോ ചാറ്റ്? ഇല്ല, ഈ സമയത്തെ എല്ലാവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എടുത്തും കിട്ടാലോ അത്. ബ്ലൈൻഡ് ജോക്കർ നീ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ വില്ലുമോനെ? നാളെ ഒരാള് വരുമല്ലോ. നമ്മള് ട്രെൻഡ് കോപ്പി എന്ന് പറഞ്ഞോണ്ട് ബ്ലൈൻഡ് ജോക്കർ എല്ലാരും ഫോളോ. നമ്മള് ട്രെൻഡ് കോപ്പി ഒരാള് വരുമല്ലോ. എന്ത് ട്രെൻഡാണ്? അല്ല, ഇങ്ങനെ വേറൊരാളുടെ ലൈവ് ഇങ്ങനെ ആ സമയം തന്നെ എടുത്തിരുന്ന് കാണുന്ന ഒരു ഇല്ല, അത് നമ്മക്കറിയാം. എനിക്ക് മനസ്സിലായി. പക്ഷെ പോരായിരുന്നു. ഞാൻ പറഞ്ഞ മുമ്പിൽ തെറി വിളിക്കുന്നത് കേട്ടോ. സോറി. ഇവനൊക്കെ വാ തുറന്ന തെറിയും
അടുത്തത് ഇതോ അതാരാ ചോദിച്ചേ? ആഷ്റൂട്ടലിന് പുച്ഛം കേട്ടോ. മറ്റേ പല്ലി അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം അറിയാത്ത കുറെ പേരുണ്ടല്ലോ ഇതിനകത്ത്. അണ്ണാ ഞാനാണ് എന്നെ follow സത്യം പറഞ്ഞ ചെയ്തില്ലല്ലോ. പണ്ടത്തെ കഥ തൊട്ടങ്ങ് പറയട്ടെ. എന്റെ അറിയാത്ത കുറേ പണ്ടൊരു മഴയത്ത് വിശന്ന് വലഞ്ഞിരുന്ന ഈഗിൾ. ഈഗിളിന് ബിരിയാണി വേണോ, തായ്വാൻ നൂഡിൽസ് വേണോ, ഷസ്വാൻ വേണോ എന്ന് ഓപ്ഷൻസ് കൊടുക്കാതെ ഞാൻ അയച്ചം കൊടുത്തു പൈസ. എത്ര രൂപ ചോദിച്ചത്? അതൊന്നും പറയത്തൊന്നുമില്ല, മനസ്സിലായോ? എന്നിട്ട് ഞാൻ അവന് PC കൊടുത്തു, ഞാൻ അവന് മൗസ് കൊടുത്തു, ഞാൻ അവന് കീബോർഡ് കൊടുത്തു, അവന് മൊബൈല് കൊടുത്തു, അവന് ഡേറ്റ കേബിൾ കൊടുത്തു, എൽഗാറ്റ് കൊടുത്തു. അവൻ അവൻ വളർന്നു പന്തലിച്ചു. അവനെ വളർത്തിയ എന്നെ നിങ്ങൾക്കറിയില്ല. വെരി ബാഡ്. ബ്ലൈൻഡ് ജോക്കർ. നിന്റെ അച്ഛൻ. എടാ എന്നെ ഇന്റർവ്യൂന്ന് വിളിച്ചേക്കുന്നടാ സൈന പ്ലേ ചെല്ലണ്ടോ ചില ധൈര്യമായിട്ടില്ല. ഓ ഒരു ഇന്റർവ്യൂവിന് നീ എല്ലാം പോയ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. വേറെ അണ്ണന് പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും. അണ്ണാ എനിക്കൊന്ന് പാട്ട് കേട്ടിട്ടാന്ന് വിളിക്കാൻ സാധ്യത കൂടുതലാട്ടോ. നമുക്ക് വേണ്ടി ഒന്ന് സ്വയം പൊക്കി. എടാ ഞാൻ എന്റെ എവിടെയും കണ്ണാപ്പി നീ എവിടെയും കേട്ടിട്ടുണ്ടോ ഞാൻ എന്തേലും ആർക്കേലും ചെയ്തത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? കണ്ണാപ്പി കണ്ണാപ്പി പറ, നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ എന്തേലും ആർക്കെങ്കിലും ചെയ്ത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇന്നാരോ കേട്ടിട്ടില്ല. എന്നാ കേട്ടിട്ടില്ലല്ലോ. ഇന്നാരും കേട്ടില്ല. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എന്തോ കേട്ടോ. എടാ 5 മിനിറ്റ് മുന്നേ തമാശ അവൻ പോയടാ, ഈഗിള് പോയടാ, ഈഗിള് മറ്റേ അവിടെ പോയടാ. ഈഗിളുണ്ട് ഇവിടെ. എടാ ഞാൻ തമാശക്ക് ആദ്യമായിട്ടാണ്. നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ പിള്ളേരെ ആരെങ്കിലും? ഒരു തവണ പറഞ്ഞപ്പോ 85K പോടാ. എവിടെ? അണ്ണ എന്നാലും 85K കേട്ടോ. 200 ഫോളോവേഴ്സ്. നമ്മളെ ഫോളോ ചെയ്തില്ലല്ലോ. അവനെന്താ വില്ലുമോൻ എന്താ ഫോളോ ചെയ്യാഞ്ഞേ? വില്ലുമോൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ണാപ്പി നീ എന്നെ ഈ ഇടയ്ക്കാ ഫോളോ ചെയ്തത്, നീ മിണ്ടല്ലേ? അണ്ണ ഞാൻ എന്റെ പേര് വില്ലു. ഈയിടയ്ക്കൊന്നും പറയലടാ. ഒരു എന്തോ SRR ഡിസ്മാൻഡിലാവാൻ കാരണം TV കാരണമെന്ന് ഷെയ്ക്ക് പറഞ്ഞു. സംസാരിക്കില്ല. ഇതൊക്കെ എന്താടാ? ഇതൊക്കെ ഒരു സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ഇതിനകത്തോട്ട് തിരിച്ചു വരാത്തതിന് മെയിൻ കാരണം ഇതാണ്. അല്ല ഇത് കൊണ്ട് ചുമ്മാ വെറുതെ ഇടുന്നേ ഓരോരുത്തന്മാര്, മനസ്സിലായോ? അവൻ ലൈവ് പോലും അല്ല ഇറക്കാൻ. എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാരും വില്ലു ഫോളോ ചെയ്യണേ. മക്കളെ ബ്ലൈൻഡ് ജോക്കർ, ബ്ലൈൻഡ് ജോക്കർ 13 ഫോളോവേഴ്സ് കൂടി ചാറ്റ് ഇടയ്ക്കിടയ്ക്ക്. ശരിക്കും പറഞ്ഞ ഷമീർ ലൈവ് ഇത്രയും പേര് ഒരുമിച്ച് സ്പാം ചെയ്യൂ. എടാ വിടറ എന്തേലും ആട്രാ പിള്ളേരെ. നിങ്ങൾ വിട്. നിങ്ങൾ നമ്മുടെ ലൈവും കണ്ട് പീസ് ആയിട്ടിരുന്ന് നിങ്ങളുടെ ജീവിതം നോക്കിയിരിക്കും. ജോക്കി ഇതൊക്കെ ഇത് ശരിക്കും ആൾക്കാർ എക്സ്പോസ്ഡ് ആവുന്നത് നിങ്ങളത് ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ട് ഇന്ന് ഞാൻ പറയാം. SRRയുടെ OG ഫൗണ്ടർ മെമ്പർ നമ്മള് ഡിസ്മാൻഡിൽ ഒഫീഷ്യലി ഇടുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി നമ്മളെ വിളിച്ചായിരുന്നു. നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് എനിക്കത് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ലൈവിൽ പറയാൻ താല്പര്യമില്ല. കാരണം പുള്ളി ഇന്റേണലി ഒരു ഗ്യാങ്ങിനകത്ത് നടക്കുന്ന ഇഷ്യൂസ് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച് എനിക്കത് കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങനെയല്ല ഇത് ബിഹേവ് ചെയ്യേണ്ടത്, ഇത്
നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പയ്യെ ഡിസിഷൻ എടുത്താൽ അത് ചാടി കയറി ഡിസ്മാൻഡിലൊന്നും ഇടല്ലേ, ഇത്രയും നാളത്തെ ഗ്യാങ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരിനി ലോകത്ത് എന്ത് കുണ്ണത്തരം പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് സ്റ്റീഫൻ ബ്രോ നമ്മളെ പറ്റി അങ്ങനെ പറയത്തില്ല. ഒരു വാർ തോക്കുന്ന സമയത്ത് പോലും ഞാൻ സ്റ്റീഫൻ ബ്രോ എടുത്ത് പോയി പറയാറുണ്ട്, സ്റ്റീഫൻ ബ്രോ ഇന്ന് SRR നന്നായിട്ട് കളിച്ച്. പക്ഷേ ഞാൻ എന്നിട്ട് പുള്ളി എടുത്ത് പറയും, സ്റ്റീഫൻ ബ്രോ അവന്മാരെ ഞങ്ങൾ അടിക്കും, ഞങ്ങളും തിരിച്ചടിക്കും, ഞങ്ങൾ ഇനി അടുത്ത സിറ്റുവേഷൻ എടുക്കട്ടെ, ഞങ്ങൾ തിരിച്ചടിക്കും. എന്തൊക്കെ റെവലറി ഞാൻ ലൈവിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ സ്റ്റീഫൻ ബ്രോ എടുത്ത് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് ഡ്യൂഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് SRRയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ അത്രയും ഇതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നതാണ്. ഇവനൊക്കെ നാണോ ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏക്കും പോക്കും അറിയാതെ ലൈവിനകത്ത് വന്നിരുന്ന് TV-യുടെ ഇത് കാരണമെന്ന്. അതിനകത്ത് TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കില്ലെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മെമ്പേഴ്സിനോട് പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂ ആയെങ്കിൽ പോലും അത് അവരുടെ കാര്യമാണ്. അത് ഞങ്ങളോടുള്ള കൺസേണോ ചിലപ്പം ഞങ്ങൾ റിയൽ ലൈഫിലുള്ള കോണ്ടാക്റ്റോ കൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇവനൊക്കെ എന്തറിഞ്ഞിട്ടാ TV-യുടെ അണ്ടി കാരണമെന്ന് പറഞ്ഞ് വന്ന് പറയണേ? ഇവനൊന്നും നാണമില്ല ഇവനൊന്നും. നിനക്കൊക്കെ എന്തെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ തുറന്നങ്ങ് പറയണ, അമ്പി കളിക്കാതെ പുണ്ടച്ചി അല്ല ജോക്കി. ഇതൊക്കെ നമ്മുടെ തലയിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ജോക്കി? ഇതിനൊരു ലിമിറ്റ് ഇല്ലേ ജോക്കി? ഇതിനകത്ത് ആർപ്പിക്കാത്ത ആര് തൂറിയാലും പെടുത്താലും അത് ഞാൻ കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയണം ജോക്കി? ഞാന് ഇവനൊക്കെയാണ് ഫ്രസ്ട്രേഷൻ. ഇവനാണ് A ക്ലാസ് കുടുംബശ്രീ. ഇവൻ എവിടെ അടുത്ത് വന്ന് പറഞ്ഞോ? മയിര് ഒരു ഗൈസ് പരിധിയുണ്ട് ഗൈസ്. ഇതൊക്കെ എങ്ങനെ കേട്ടോണ്ടിരിക്കണം മയിര്? ഒരു മിനിറ്റ് ഗൈസ്, ഒറ്റ സെക്കൻഡ് ഗൈസ്, ഒരു സെക്കൻഡ്. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഒരു സെക്കൻഡ്. സ്റ്റീഫൻ ബ്രോ, ഞാൻ എൻ്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സ്പീക്കർ ഇട്ടോട്ടെ? ഓക്കെ. സ്റ്റീഫൻ ബ്രോ, സ്റ്റീഫൻ ബ്രോ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ടിവിയുടെ എന്തെങ്കിലും ഇന്റർഫിയറൻസ് കൊണ്ടാണോ SRR ഡിസ്മാൻഡിൽ ആയത്? അല്ല, പൊതുവെ ഇപ്പൊ ഓരോ കുണ്ണുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല, അതിന് TV ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പണ്ടേ നിർത്തേണ്ടല്ലേ? എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. ഒരു ഗ്യാങ് കാരണമല്ല SRR ഡിസ്മാൻഡിൽ ചെയ്യുന്ന കാര്യം. ഇപ്പൊ നിലവിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ഇഷ്യൂസ് കൊണ്ട്, പിന്നെ നമ്മുടെ ലീഡേഴ്സിനൊക്കെ കുറച്ച് ബിസി, അതൊക്കെ കൊണ്ടാണ്. അല്ലാതെ വേറെ കൊണ്ടൊന്നുമില്ല. ഇതുമായിട്ട് അതൊക്കെ ഓരോരുത്തന്മാര് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 ഗ്യാങ് ഉള്ള സിറ്റുവേഷൻ ആണല്ലോ. അപ്പം പിടിച്ച് ജയിക്കാൻ വേണ്ടി പലരും പലതും പറയും. അത് ബ്രോ മൈൻഡ് ആക്കണ്ട. അല്ല ബ്രോ, എനിക്ക് ഒരു കാര്യം എനിക്കും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പം ഈ TV ആയിട്ട് നമ്മൾ തമ്മിൽ റിയൽ ലൈഫിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഇതിൽ പലവട്ടവും ബാധിച്ചിട്ടുണ്ടാവും. അത് എന്നെയും ബാധിച്ചിട്ടുണ്ട്, സ്റ്റീഫൻ ബ്രോയും ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാതെ. അതുണ്ട്, അതില്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷെ അതിന്റെ കോർ റീസൺ ഇതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ കാരണമാണോ ഇങ്ങനെ? ജസ്റ്റ് ഗെയിം. ഈ ഒരു ഗെയിമിന് നമ്മുടെ ഒരു ഇതിന്റെ, അതായത് നമ്മുടെ ഡിസ്മാൻഡിൽ കാരണക്കാരൻ ഒരു വ്യക്തി പോലും അല്ല. അത് ഈ TV-യുടെ വേറെ എങ്ങനെ വന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും വർഷം നിന്നൊരു ഗ്യാങ് TV-യെ കാരണമാണെങ്കിൽ ഞാനും ബ്രോ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. നിങ്ങളെ TV-യെ കാരണമാണ് എന്റെ ഇത്രയും വർഷത്തൊരു ഗ്യാങ് ഡിസ്മാൻഡിലായെങ്കിൽ ഞാനും ബ്രോ ഇങ്ങനെ ഇത്ര ഇതിൽ സംസാരിക്കത്തില്ലല്ലോ. ബ്രോ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മൾ SRR കാരണമാണ് TV-ക്ക് എന്തെങ്കിലും പറ്റിക്ക് ബ്രോ എന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് സംസാരിക്കും. ഞാൻ SRR ആയിട്ട് ഇരുന്ന് ലൈവിൽ തള്ളക്കി വിളിക്കുന്ന സമയത്ത് പോലും, തന്തയ്ക്ക് വിളിക്കുന്ന സമയത്ത് പോലും, അവന്മാർ തിരിച്ച് അവരാധിക്കുമ്പോൾ പോലും നമ്മുടെ റിയൽ ലൈഫ് കോണ്ടാക്റ്റിൽ ഇതുവരെ എന്തെങ്കിലും ഞാൻ ആ സാധനം ഡ്രാഗ് ചെയ്തിട്ടുണ്ടോ സ്റ്റീഫൻ ബ്രോ? ഇല്ല ബ്രോ തന്നെ ഇപ്പൊ 1 മണിക്കൂർ മുമ്പ് എനിക്ക് മെസ്സേജ് ഇല്ല, SRR എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ബ്രോ തന്നെ കൂടെ നമുക്ക് ഒന്നേന്ന് സെറ്റ് ചെയ്യാം എന്തോ ഇപ്പൊ തന്നെ ബ്രോ പറഞ്ഞതില്ല. ആ ചാറ്റ് വേണമെങ്കിൽ ബ്രോ കാണിച്ചു കൊടുക്ക്. ഇല്ല വേണ്ട, ഇതൊന്നും ഇവന്മാരെ ബോധിപ്പിക്കണ്ടല്ലോ ബ്രോ. നമ്മൾ ഈ ഇവന്മാരുടെയൊക്കെ വിചാരം നമുക്ക് ഇപ്പോഴും മറ്റേ എക്സ്ട്രീം ഈഗോയിൽ വെളിയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് SRR ബ്രോ ഡിസ്മാൻഡിലാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് പറയാനുള്ള കാരണം, ഞാൻ പലവട്ടം അത് പബ്ലിക്കലി അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ കണ്ടു തുടങ്ങിയത് അവിടെ നിന്നാണെന്ന്.
എന്നെ അപ്പൊ തന്നെ കണ്ണാപ്പി എന്നെ വിളിച്ചളിയാ എന്ത് കളിയാ അങ്ങനെ ചെയ്യുന്ന, നീയൊക്കെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നിങ്ങളായിട്ട് കളിക്കുമ്പോഴാണ് നമുക്കൊരു വാശിയുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് റേഗർ പ്രണവ് എന്നെ വിളിച്ചായിരുന്നു. ഇവരെല്ലായിടത്തും നമ്മൾ നമുക്ക് ടി വി ഇതിൽ എങ്ങനെ ഒന്നും അറിയത്തില്ല ബ്രോ. എന്റെ ഏതോ ഒരാൾ പറഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് പേര് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയില്ല. എന്തോ ആരോ നമ്മുടെ ഗാങ്ങില് എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ എന്തോ, ഞാൻ പേരെന്തോ കേട്ടായിരുന്നു, എന്തോ ഒരു അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ആരാ പറയണേ? ഞാൻ പറയൂല്ലേ, ഇല്ലെങ്കിൽ ഞാൻ നമ്മളിപ്പോ അബുവിനെ അവന്മാരെ വല്ലതും വിളിച്ചിട്ട് VC-യിൽ വരാം, എന്നിട്ട് അവന്മാര് പറയട്ടെ. അങ്ങനെ ഒരാള് ഗാങ്ങിലില്ലല്ലോ. എക്സലന്റിസിന്റെ ഫൗണ്ടർ ആണെന്ന്. ഇതൊക്കെ ഇപ്പഴാ അറിയണേ. ഇല്ല ഞാൻ പറയാം കേസ്, ലൈവ് ആണെന്നോട്ട് ഞാൻ ഇപ്പോഴും പറയാം. ഞങ്ങൾ വെളിയിൽ ഇത്രയും റിവലറിയിലാണ് ഇത്രയും ദിവസം, കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് TVയും SRRയും അത്ര റിവലറി പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ മെമ്പേഴ്സിനോട് ഗാങ്ങിന്റെ ഫേവറബിൾ ആയിട്ട് SRRയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഇവര് TVയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓഫ്ലൈൻ ഡിസ്കഷനുകളാണ്. അത് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലോട്ടും ട്രാക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷന്റെ പേരിൽ ഞാനും സ്റ്റീഫൻ ബ്രോ ഇതുവരെ അങ്ങനെ ഒരു അടിയായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. പൊതുവെ RPയെ പറ്റി നമ്മൾ സംസാരിക്കാറുമില്ല. നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റിയുടെ കാര്യം പറയാനൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ TVയെ SRR എന്നുള്ളൊരു ആസ് എ ഗെയിം നമ്മൾ ഗെയിമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ പറയുന്ന നമ്മുടെ ചിലപ്പോ കാണും മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വഴക്ക് ചിലപ്പോ ഓൺലൈൻ അതൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെന്നും നമ്മൾ മാന്യം ഒരിക്കലും മാന്യം കളിക്കുന്ന രീതിയിൽ പറയത്തില്ല. ഞാൻ തന്നെ പറയാം ബ്രോ, SRR അടിക്കണം എന്നുള്ളത് ഈവൻ ഞാൻ തന്നെ ലൈവിൽ എത്ര ഇവന്മാരെ വീണ്ടും അടിക്കും. കാരണം അത് നമ്മൾ ഇൻ ഗെയിമിൽ വരുമ്പോൾ ഒരു വാശിയുണ്ടല്ലോ, മറ്റേ ജയിച്ചു നിൽക്കുന്നു തോറ്റു നിൽക്കുന്നു, ആ സാധനമാണ് ഇപ്പോഴത്തെ GTA അത് തന്നെയാണ് വേണ്ടത്. അത് എന്തായാലും ഇപ്പൊ നമുക്കൊരു ഗ്യാങ്ങിന്റെ അടി കിട്ടി കഴിഞ്ഞാൽ തിരിച്ചത് ഇമ്പ്രൂവ് ചെയ്ത് തിരിച്ചാ ഗ്യാങ്ങിനെ അടിക്കണം. എന്നാലും നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു ബിൽഡിന്റെ ഒരു ഇതുണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ഗ്യാങ് RPയിൽ PvP കളിച്ചിട്ട് കാര്യമില്ല. PvP കളിക്കുന്ന അതിനാണ്, ഒരു ഗ്യാങ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കണം എന്നുള്ളത് തന്നെയാണ് PvP. അതിലൊന്നും ഒരു ഇതുമില്ല. പക്ഷെ ഇന്നേ വരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന SRR ഡിസ്മാൻഡിൽ ഒരു കാരണവശാലും അത് TVയുടെ ഭാഗത്തുനിന്ന് ഒരു ഗ്യാങ് കാരണമല്ല. അത് നമ്മുടെ ചില കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് ചിലപ്പോ അബു ലൈവ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഒഫീഷ്യൽ ഇട്ടിട്ടുണ്ട്, അബുവിന്റെ ലൈവിൽ ക്ലിയർ ആയിട്ട് പറയുന്നുള്ളത്. TV ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ ഇതൊക്കെ അവര് നിങ്ങൾ ലൈവ് ഇടുന്നതിന് മുമ്പ് ഓൾറെഡി ഓരോരുത്തർ വന്നിട്ട് ഇതാണ് കാരണം എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പറയുന്നവര് പറയട്ടെ, അവർക്ക് നമുക്കറിയാലോ. ഈ സത്യം പറയാലോ ബ്രോ, ഈ സ്വന്തം പൈസയ്ക്ക് പോലും അല്ല ഈ പറയുന്നവന്റെ ഒക്കെ റീചാർജ് ചെയ്യുന്നവരെ അവന്റെ ഒക്കെ അച്ഛനായിരിക്കും. സ്വന്തമായിട്ട് റീചാർജും ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു PC എടുത്ത് ഗെയിമിലൊക്കെ വരണവർക്ക് ഇതിന്റെ പ്രശ്നം അറിയാം. അല്ല, ഇത് ഗെയിമിനകത്തൊക്കെ ഉള്ള ആളാണ്, സ്വന്തമായിട്ട് PC ഗെയിമിനകത്തൊക്കെ ഉള്ള ആളാണ്, റെപ്യൂട്ടഡ് ഒരു മെമ്പറുമാണ് ഒരു ഗ്യാങ്ങില്. ഞാൻ പറയുന്നില്ല കൂടുതൽ. എന്തായാലും കൊള്ളാം. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇത് എനിക്കറിയുന്നുള്ള ഗ്യാങ് ആണോന്നും അറിയത്തില്ല. ആരായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. ഞാൻ ലൈവ് കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് ലൈവ് ഇപ്പൊ ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. നിങ്ങള് ലൈവസ് ബാർ എന്തോ കളിക്കുന്ന കണ്ടിട്ട് ഞാൻ പിന്നെ നിർത്തിയിട്ട് ഞാൻ പിന്നെ എന്തോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ മറ്റേ നേരത്തെ വിളിച്ച മിസ് കോളിനെ വിളിച്ചതായിരിക്കും. ഞാൻ കണ്ടായിരുന്നു MRC ഇഷ്യൂ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ ബ്രോ അതിപ്പം എന്തുവാ ഗെയിമല്ലേ, വിട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഓക്കെ ബ്രോ. ഞാൻ ജസ്റ്റ് അല്ല, എനിക്ക് ഇത് എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇപ്പൊ തന്നെ ഇത് ഇനി നാളെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറയും. അപ്പൊ അതാ പറഞ്ഞു, അതേ ചോദിച്ചു. ഇല്ല ബ്രോ തന്നെ നമ്മൾ 1 മണിക്കൂർ മുമ്പ് ഒരു ചാറ്റ് ചെയ്തായിരുന്നല്ലോ ഇതിന്റെ പ്രശ്നം പറഞ്ഞു. ബ്രോ തന്നെ ഇങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ടോ ബ്രോ, എന്ത് വേണമെങ്കിലും ബ്രോ തന്നെ കൂടെ നമുക്ക് ഗ്യാങ്ങിനെ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ ബ്രോ എനിക്ക് ആ മെസ്സേജ് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ബ്രോ കാണിച്ചു കൊടുത്തേക്ക്. കുമാറിന്റെ കടി എന്താന്ന് വെച്ചാൽ തീരട്ടെ, അല്ല ഞാൻ പറയാനാ. ഗ്യാങ്ങിന്റെ ഡിസ്മാൻഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു ഗ്യാങ്ങിന്റെ തരും. ഇത് സത്യം പറഞ്ഞ ഇപ്പൊ നിങ്ങളെ പോലുള്ള ഇഷ്യൂസ് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാനാണ്, അതല്ലാതെ വേറെന്താ. എന്റെ ഗ്യാങ് നമ്മുടെ ഗ്യാങ്ങിന് ഒരു കാരണവശാലും ഈ ഡിസ്മാൻഡിന്റെ പ്രശ്നം വേറൊരു ഗ്യാങ് കൊണ്ടല്ല, അതൊരിക്കലും അല്ല. അങ്ങനെ നമ്മൾ നിർത്തി പോകത്തൂല. സാർ അങ്ങനെ നിർത്തി പോകാനാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തി പോകേണ്ടതാണ്. മൈൻഡ് ചെയ്യാൻ നിന്നോണ്ടാണ് ഇത്രയും വർഷം നിന്നത്. മനസ്സിലായി ബ്രോ, മനസ്സിലായി. എന്തായാലും ഞാൻ ഒന്നുകൂടെ ആലോചിക്കാനേ പറയത്തുള്ളൂ. ആലോചിച്ചിട്ട് ഞാൻ മാത്രമുള്ള ഡിസിഷൻ അല്ല, മനസ്സിലായല്ലേ. ഇപ്പൊ ഡൂഡുമായിട്ടൊക്കെ സംസാരിച്ച് എറോമായിട്ട് സംസാരിച്ചിട്ടുള്ള ഡിസിഷൻ ഒരുപാട് നാളായി. എന്തെങ്കിലും ഒരു എൻഡിങ് വേണമല്ലോ ഇതിന്. ഒരുപാട് ഗെയിമൊക്കെ കിട്ടാ. ഈ ഒരു ഗെയിമിന്റെ പുറകെ ഇരുന്നിട്ട് ഒരുപാട് ഗെയിം മിസ് ചെയ്തതാ. മനസ്സിലായി ബ്രോ, മനസ്സിലായി. ഞാൻ എന്തായാലും സംസാരിച്ചിട്ട് പറയാം. ഓക്കെ ബ്രോ, താങ്ക് യു. ശരി ശരി ശരി, വെൽക്കം.
എടാ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് ഇട്ടേടാ ഒന്ന്. ഇവിടെ ഡിസ്കോഡിൽ ഒന്ന് ഇട്ടേടാ ഒന്ന്. ഇട്ടില്ലേ? ക്ലോസിംഗ് ഒന്നാണല്ലോ. കൈ പോയോ? ഒരു സെക്കൻഡ്. നടന്നടാ. ഇല്ല നിങ്ങൾ ആരെങ്കിലും ഇട്ടോ, നല്ല ഇട്ടോ. ഇത് ലോക്ക്ഡാ. ഒരു സെക്കൻഡ് ഗൈസ്. അങ്ങനെയല്ല പറഞ്ഞു തന്നോ ബ്രോ? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലോഗ് സ്ട്രീം നെവർ എൻഡിങ് ബ്രോ. സത്യമല്ലേ? പോയതല്ലേടാ, പിന്നെ എന്തിനാണ് തിരിച്ചു വിളിച്ചേ? സിനിമയിലെ പോലെ. എന്റെ അമ്മോ. ഇട്ടുണ്ട് വന്നില്ലേ അത്? വന്നു. കുഞ്ഞിറങ്ങിയോടാ? SRR പോയല്ലേടാ? റീസൺ പറയുന്ന ആര് റീസൺ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇനാക്ടിവിറ്റി ഒന്നല്ല, റീസൺ ഓഫീസൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത്. ഈ ടിവിന്റെ സൈഡിൽ നിന്നുള്ള ഞാൻ ലൈവാണേ. ആണോ? ടിവിന്റെ സൈഡിൽ നിന്നുള്ള എന്താണെന്നുള്ള ഒന്ന് വ്യക്തമാക്കിയായിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. ആസിഫ് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, എനിക്ക് അറിഞ്ഞൂടാ. അത് കറക്റ്റ് ശരിക്ക് വന്നത് ടി വി കാരണമാണെന്ന് എന്നിട്ട് ഇപ്പൊ പറയണ കറക്റ്റ് അല്ല ബ്രോ. അത് പറയാൻ വന്നതാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് നമ്മളൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഒരാൾ ലൈവ് ആണെന്ന് പറയുമ്പോൾ അതിനിപ്പോ എന്താ ഞാൻ പറയുമല്ലേ എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്താൽ പോരെ. പിന്നെ ആ ലൈവ് ആണോ അങ്ങനത്തെ ഇത്. ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അന്ന് മറ്റേ ഇതൊക്കെ കാരണം ടി വിയും കെ വിയും എല്ലാ കുണ്ണുങ്ങളോടെ നിപ്പുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു ഇതിനു മുമ്പ്. ബാക്കിയുണ്ട്. ഇല്ല ബ്രോ, എനിക്ക് ഇനി അവന്റെ ലൈവ് എടുത്ത് വെച്ച് കേൾക്കാൻ വയ്യ ബ്രോ, സത്യമായിട്ടും വയ്യ. എനിക്ക് ഇനിയും ഇവന്റെ ലൈവ് എടുത്ത് വെച്ച് കാണാൻ വയ്യ എനിക്ക്. ഇതാണ് ശരിക്കും നിങ്ങൾ കാണാൻ പോയത്. ഇത് കൺവേർട്ട് ചെയ്തെങ്കിൽ ഇതാണ് ശരിക്കും പറയുന്ന കൺവേർഷൻ. മനസ്സിലായ? ഇതൊക്കെ എത്രയൊക്കെ ഈ പറയണ മനസ്സിൽ ഇങ്ങനെ ഇതിന്ന് അമ്പി കളിച്ചാലും ഇതൊക്കെ വരും ഒരു ദിവസം പുറത്ത്. ഇതൊക്കെ ഒരു ദിവസം വരും. ഇങ്ങളാണ് സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇല്ലടാ, അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ നമ്മൾ പറയണേ. എനിക്ക് ഇന്നലെ വന്ന മെസ്സേജുകൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഇന്നലത്തെ നമുക്കൊരു ആസ് എ ടി വി എ ഫാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്ന അമ്മമാർ മോസ്റ്റ് ഓഫ് 90% കുണ്ണുകളാണ്. കാരണം അത് ഈ സിറ്റുവേഷൻ മുതലെടുക്കണതാണ്. കാരണം എനിക്കൊരു ടി വി എ ഫാനിനെ എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ചാൽ നല്ലൊരു RP ചെയ്യുമ്പോഴും നല്ല എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴും അത് ചൂണ്ടിക്കാട്ടി നല്ല രീതിയിൽ മേളിലോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓൾറെഡി ഒരുപാട് പേരുണ്ട്. അവർ പറയണ സാധനങ്ങൾ ഞാൻ ചെവിക്ക് വില കൊടുക്കും. ഇന്നലെ എനിക്ക് അങ്ങനത്തെ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു. ബ്രോ ഇത് എല്ലാം ഓക്കെയാണ്, തൊപ്പിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരണം, അല്ലെങ്കിൽ എന്തിനാണ് ബ്രോ ഇത്രയും ട്രിഗർ ആയത് എന്നുള്ളൊരു കാര്യം നമ്മുടെ സൈഡിലോട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ലൈവ് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ വന്നത്. അപ്പം ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആരാണ് ഓൾ ഡൗൺ ആയത്, ആരാണ് അമ്പി, ആരാണ് ഇതെന്നൊക്കെ ഉള്ളത്. നെറ്റ് പോയാണോ? നെറ്റൊന്നും പോയില്ല. നെറ്റ് പോയോ? ആസിഫ് അഡ്മിനിസ്ട്രേഷനിലുള്ളതാണ്. ഓക്കെ, അത് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ആസിഫ് ബ്രോ അങ്ങനെ ടി വി കാരണമൊന്നും പറഞ്ഞിട്ടില്ല. ഹാഫിസ് ബ്രോ, എടാ ഞാൻ ഇത് പറഞ്ഞില്ലേ, ജയിക്കാൻ വേണ്ടി എന്തും പറയാറില്ല അവൻ. ബ്രോ അത് ഷെയ്ക്ക് പറയാൻ വന്നത് ടി വി കാരണമെന്നാണ്. ലൈവാണെന്ന് അറിഞ്ഞില്ല പുള്ളി. അത് ലൈവാണെന്ന് അറിയാതെ എന്തോ പറഞ്ഞതാണ്. ഷമീർ ലൈവ് എൻ്റെ ചെയ്തെന്നാണ് വിചാരിച്ചത്. എപ്പിക് ഡയലോഗ് ആസ് എ ടി വി ഫാൻ കണ്ണാപ്പി ഓവറാണ്. സത്യം, അത് അവിടെ നിന്നാണ് ഈ ആസ് എ ടി വിയെ തുടങ്ങിയത് കേട്ടാ. ഈ കണ്ണാപ്പിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്
തുടങ്ങിയ ഒരു ടാഗ് ലൈൻ ആണത്. അസ് എ ടി വി ഫാൻ കണ്ണാപ്പി ഓവറാണ്. അത് KV ആയിട്ട് ഇഷ്യൂ നടക്കുമ്പോ KV ആയിട്ട് ഇഷ്യൂ നടക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് ആ സാധനം. അയ്യോ ഞാനേ സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യം പറയട്ടെ. ഇനി ഞാൻ ഇവിടുന്ന് മുഖം കഴുകാൻ എണ്ണീറ്റ് ഞാൻ ഫോൺ എടുത്ത് ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോ അടുത്ത ക്ലിപ്പ് വരും. ഞാൻ ഈ ക്ലിപ്പ് കാണും. അപ്പിടാൻ ഫോൺ എടുത്ത് ടോയ്ലറ്റിൽ പോയിട്ട് അപ്പിടാൻ മറന്നു പോകുന്നില്ലേ നീ? അങ്ങനല്ല ജോക്കി, ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ മുഖം കഴുകി ഒന്ന് ഫേസ് ക്യാം ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആവാന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് എടുക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ടിങ് എന്ന് പറഞ്ഞ് TV ഗ്രൂപ്പിൽ എന്നെ മെൻഷൻ ചെയ്ത് എന്തെങ്കിലും വരും. ഞാൻ അന്നേരം എടുത്ത് വെച്ച് നോക്കും, ഇതും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ വീണ്ടും വന്ന് മൈക്ക് ഓൺ ആക്കും, ഇതാക്കും. ഇത് തന്നെ ഒരു ലൂപ്പിൽ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇപ്പൊ ശരിക്കും ഞാൻ ഒന്ന് മുഖം കഴിയിട്ട് വരട്ടെ ഗൈസ്, ഒന്ന് മുഖം കഴിയിട്ട് പെട്ടെന്ന് വരാം. ഒരു 2 മിനിറ്റ് തന്നാൽ ഇനി ഞാൻ ഒന്നും നോക്കൂലേ, ചിലപ്പോ നോക്കി പോകും. ഗ്രൂപ്പ് ലിങ്ക് TV ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ ലിങ്ക് തരാടാ നിനക്ക്. ഞങ്ങൾ മെമ്പേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പില് മോൻ കഴിയിട്ട് പെട്ടെന്ന് തരാം. ഒരു നിങ്ങളൊരു 2 മിനിറ്റ് പെട്ടെന്ന് പോയിട്ട് പതുക്കാന്ന് ആദ്യം അപ്പോഴത്തേക്ക് അടുത്തത് മക്കളെ അണ്ണോ നാളെ 16K ആയിട്ട് അണ്ണോ 16K ഇനി ഒന്ന് വിചാരിച്ച 17K ആവോ. അണ്ണ ഇപ്പോഴായിട്ട് അണ്ണ എന്നെ ഫോളോ ചെയ്തേ, വലിയ ബാറ്റ്. അത് പറ, ഇനി ഒന്ന് അഞ്ഞ പിടിച്ചാൽ 17K ആവോ. നിങ്ങൾക്കൊക്കെ ഇല്ല, എല്ലാരും അറിയണ്ടോ നമുക്ക് ഇതൊക്കെ ഉണ്ട്, നമ്മൾ ലൈവ് ഒക്കെ വരുന്നൊക്കെ അറിയണ്ടേ. എനിക്കൊരു 4 ചാനലുണ്ട് പറയട്ടെ. മക്കളെ നിങ്ങളെല്ലാം കഴിച്ചോ? നാളെ പോണോ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ അടച്ചില്ല. അല്ലടാ ഇത് ഞാൻ ഇപ്പോഴും ആലോചിക്കും. മറ്റേ പയ്യൻ ഓക്കെ ആണോടാ? ആര്? മറ്റേ നമ്മളല്ലേ ചാരി വെച്ചില്ലേ? എല്ലാരും സ്നേഹമുള്ളവരാ, അറിയാം. വില്ലുമോന് സ്നേഹമില്ല നമുക്ക് നേരത്തെ മനസ്സിലായടാ. ഒരു ബൈക്ക് വെച്ചപ്പോഴേ നീ പടം വേണ്ട, നീ ഇവിടെ ഇന്ത്യയിലൊന്നല്ലേ, ഇവിടെ ഇന്ത്യയിലോ മെയിനായിട്ട് കൊണ്ടുവരാൻ വണ്ടി മേടിച്ചപ്പോ ഞാൻ ചോദിച്ചു മണാലി ഒരു ട്രിപ്പ് വന്ന് തരുമോന്ന്. എടാ ആശ, നീ ഒരു വണ്ടി എടുത്താ തരൂലടാ. പിന്നെ നിങ്ങൾക്കിനി വെക്കേഷൻ ആയി ഉറങ്ങാം, രാവിലെ എണ്ണിക്കണ്ട, വൈകുന്നേരം കളിക്കാൻ. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. ഒരു 10-25 വയസ്സാകുമ്പോണ്ടല്ലോ നീയൊക്കെ നരയിക്കും. പ്രാകുന്നതല്ല, ജീവിതത്തിലോട്ട് അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേ ഇപ്പൊ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായ ആള് നിനക്ക് മനസ്സിലായോടാ കണ്ണാപ്പി? മനസ്സിലായിരുന്നു? മനസ്സിലാടാ, എനിക്ക് മനസ്സിലായി. നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റേ തന്തവൈബ് അതൊക്കെ വാടാ മോനെ എന്ന് വേഗം. എനിക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ജോക്കി മോഹടിച്ചാതിരിക്കും. കേറി ആയിക്കോട്ടെ, ഒരു പായം തരണെടുത്തേ നമുക്ക് കൂടാ. ഇന്ന് നിങ്ങളെല്ലാരും ഇവിടെ കിടന്ന് ഉറങ്ങണം. എനിക്ക് ഇനിയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് ചിലത് പറയാനുണ്ട്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഗെയിമിംഗ് സ്ട്രീം. ചെറിയൊരു ഹോൾഡുണ്ട് എക്സലൻസ് എനിക്ക് പെർമനന്റ് ആണെന്ന് തോന്നുന്നു. നിനക്ക് പെർമനന്റ് ആണോ? എനിക്ക് പെർമനന്റ് അഡ്മിനെ അബ്യൂസ് ചെയ്തതിന്. ഓക്കെ, അഡ്മിനാന്ന് പുള്ളി 2 തെറിയ കണ്ണം വിളിച്ചായിരുന്നേ. ഇല്ല, ഞാൻ തരാന്ന് വിളിച്ചില്ല. ഞാൻ ആരാ പറഞ്ഞത് പോലും എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായോ? അല്ലാതെ അണ്ണ പോയിട്ടൊക്കെ വേണ്ട, നമ്മള് നോക്കാം. നമ്മള് വരുന്നുണ്ട് അവന്റെ ഒറ്റയ്ക്കാ. നിങ്ങളിന്ന് ഉറങ്ങരുത്, നിങ്ങളിന്ന് ഇവിടെ ഇരിക്കണം. നിങ്ങൾ ഇന്നത്തെ പ്രശ്നം, എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ആക്കിയിട്ട് വേണം പോവാൻ. എനിക്ക് പെർമനന്റ് ബാനായി ഇവിടെ. എന്നെ അപ്പൊ സെർവറിൽ നിന്നും കിണ്ടി. ഇന്ന് ഇത്രയും മെസ്സൊക്കെ അടിച്ചിട്ടേ ഇതെന്റെ സെർവർ, എനിക്ക് റോൾ ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ലൈവിൽ അങ്ങ് പെർമനന്റ് ബാൻ ചെയ്യണം അല്ലേ ഇവിടുന്ന്. എല്ലാരും വിളിക്കട്ടെ. ഹലോ ഹലോ ബ്രോ, ബ്രോ കേക്കാം. ലൈവ് ആണ്, ഞാൻ മ്യൂട്ട് ചെയ്യണോ?
ഒരു മിനിറ്റ് പറയാമേ. ഞാൻ വേറെ മാനേജ്മെന്റ് ഈസിലോട്ടൊന്ന് വലിക്കാൻ കേട്ടോ. ഓക്കെ. ഹലോ. ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. ഹലോ. ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. ഇത് അങ്ങനത്തെ ഒരു ടോക്കിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മുട്ടം പണി കിട്ടിയ കൈസ് എനിക്ക്. എൻ്റെ കാല് മുറിഞ്ഞ് ഇന്ന് ചോരയും ചോര കണ്ടാണ് ഇന്നത്തെ. എൻ്റെ കാല് മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കണം. ഒരു സെക്കൻഡ് ടിഷ്യൂ പേപ്പർ എടുത്തോട്ടെ. ആഹാ, നല്ല കട്ടക്ക് ചോരത്. അമ്മേ ബ്ലഡ്. എടാ ഞാൻ ഇതിന്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയതാ. ഐശ്വര്യമായിരുന്നു. അതെ അതെ, ചോര കണ്ട് ഐശ്വര്യമായി. ഇനി ഇവരെന്താ എന്നെ എന്നെ കിണ്ടി. സപ്പോർട്ട് വെയിറ്റിംഗിൽ വീണ്ടും പോട്ടെ. എന്നെ കിണ്ടി ഇവിടുന്ന്. ഡ്രിങ്ക് വാട്ടർ എന്ന് വെള്ളം കുടിക്കണം അല്ലേ ചോര പോകുമ്പോ? ഇങ്ങോട്ടല്ലടാ പുള്ളി ചോദിക്കണം. പോയിട്ട് വാ. ഓക്കെ, പോയിട്ട് വാ. ഹലോ ഇതിൽ ബ്രോ കേക്കാവോ? കേക്കാം ബ്രോ, കേക്കാം. അല്ല അതിലെ ഞാന് പറഞ്ഞു എന്നുള്ളൊരു കേസിൽ ഒരു സാധനം വന്നു ഷെയ്ഖ് ബ്രോനോട്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത്. അതായത് ഈഗിൾ ബ്രോ, അത് പ്യൂർലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഇന്ന് SRR ഡിസ്മാൻഡിലായപ്പം 4 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആഫീസ് ബ്രോന്റെ അടുത്ത് വന്നാണ്ട് കളർ തരുമോന്ന് ചോദിച്ചിരുന്നു. നമുക്ക് കറന്റ് കളർ പാറ്റേൺ കുറേ ദിവസമായി ഞാൻ മാറ്റാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം ആഫീസ് ബ്രോനോട് കളർ ചോദിക്കാൻ വേണ്ടി VC-യിൽ വന്നതേനു. അപ്പോൾ ഓഫീസ് ബ്രോ പറഞ്ഞു നമ്മൾ 3rd വണ്ണാണ്, ഫസ്റ്റ് EVX ചോദിച്ചു, പിന്നെ TG ഒക്കെ ചോദിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പം കറന്റ് ഒരു കോൺട്രവേഴ്സി നമ്മൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് പേഴ്സണൽ സ്പേസ് സ്പെൻഡ് ചെയ്തതാണ്. അതിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഈ TV സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ SRRൻ്റെ കേസും കൂടി പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഫ്രണ്ട്ലി ആയാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ളി RP പ്ലേയേഴ്സിന് എടുക്കണമായിരുന്നു, അല്ലാതെ PP പ്ലേയേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ആഫീസ് ബ്രോന്റെ ബ്രോ ഗ്യാങ് RP അല്ലേ നമ്മളൊക്കെ കളിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പ് RP ആണോ ബ്രോ? ഗ്യാങ് RP ആകുമ്പോൾ ഗ്യാങ്ങിൽ കോണയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എല്ലാവരും ഇംപ്രസ് ചെയ്ത് ഗ്യാങ് RP ഒന്നും കളിക്കാൻ പറ്റത്തില്ല ബ്രോ. പിന്നെ ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഉള്ളത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇതാവുന്നതാണ് പ്രശ്നം. അല്ലല്ല, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആസിഫ് ബ്രോ. ഇത് വെറുതെ കേട്ടും കളയാൻ പറ്റത്തില്ല. SRR പറ്റി ചോദിച്ചിട്ടുണ്ട്, SRR പറ്റി പറയണം. അവിടെ TV എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് ഈഗിൾ ബ്രോ. അതായത് SRRന്റെ കേസില് ഞാൻ ഒരിക്കലും TVനോ KVനോ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലല്ല, ഞാൻ ബ്രോയുടെ കാര്യം പറഞ്ഞല്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ ഇതെനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. ഷെയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് ഞാൻ ഈഗിൾ ബ്രോ ഞാനിത് ജസ്റ്റ് അയക്ക് പറഞ്ഞു വന്നോണ്ടിരുന്നത്. അതാ ഞങ്ങള് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ അത് പേഴ്സണൽ സ്പേസിൽ നിൽക്കണം. അത് ലൈവ് അല്ലാത്ത രീതിയിൽ വിളിച്ചു വന്ന് പറയണത് അത് നിങ്ങളുടെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചത്, അല്ലാതെ നമ്മളാരും അല്ല ഇത് പറഞ്ഞത്. കാരണം ഞാൻ ഇവരുടെ അടുത്തൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. ഞാൻ വളരെ റിയൽ ലൈഫിൽ ഞാനിപ്പം നിങ്ങളുടെ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റീഫനെ നേരെ കൊണ്ടുവന്ന് കോള് വിളിച്ച് ഇവിടെ കേൾപ്പിച്ചത് നാളെ ഇത് ഞാൻ കൺവേർട്ട് ചെയ്തതെന്ന് പറയും. എനിക്കതിന്റെ ആവശ്യമില്ല ബ്രോ. എനിക്ക് ആസിഫ് ബ്രോ, ഹഫീസ് എന്നാണ് ഹഫീസ് ബ്രോ. ഹഫീസ് ബ്രോ,
എനിക്ക് റിയൽ ലൈഫിൽ ഞാൻ വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ ഇങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യാറുള്ളൂ. അതിലൊരാളാണ് സ്റ്റീഫൻ ബ്രോ. പുള്ളിയുടെ ഗ്യാങ് പുള്ളിയുടെ പേരും വെച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എക്സ്ട്രീം റിവലറി നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ പേഴ്സണലി അത്രയും നല്ല സ്പേസിൽ സംസാരിക്കുന്ന ആൾക്കാരാ. ഈഗിൾ ബ്രോ, അതാണ് ഞാനും പറഞ്ഞത്. അതായത് ഈ ഒരു കേസിൽ ഞാൻ ഈ ഒരു SRR കേസ് അവിടെ ഇവര് കളറിന്റെ കേസിലാണ് വന്നത്. ബട്ട് ഞാൻ അവിടെ ഒരിക്കലും TVNO KVNO മെൻഷൻ ചെയ്തില്ല. ഞാനും കേട്ടപ്പോ ഞാനും ഞെട്ടി. ലൈക്ക് ഈ ഒരു അതായത് അവര് ഡിസ്മാൻഡിലായത് SRR കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അതാ ചോദിച്ചത്, ഞാൻ എവിടെയാണ് ആ പറഞ്ഞേക്കുന്നത്? അല്ല, അത് ഞങ്ങൾ ആരും അല്ല പറഞ്ഞത്, അത് ഷെയ്ക്കാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ആഫീസ് ബ്രോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഷെയ്ക്കാണ്, ഞാനല്ല. ഷെയ്ക്കാണത് പറഞ്ഞത്. ഷെയ്ക്ക് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ബ്രോ. എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ തലയിലോട്ട് ഇടാന്ന് പറഞ്ഞാൽ ഒന്നാമതെ ഇതിനകത്ത് സമാധാനമില്ല. ഇതിപ്പോ ഇനി ഇവര് നിർത്തിയതോടെ ഞങ്ങളെ ഇതാന്ന് പറഞ്ഞത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ബ്രോ. ഈ എക്സ്പ്ലനേഷൻ ഇത് ബ്രോ, അതുകൊണ്ടാണ് ഞാൻ ഷെയ്ക്കിനെ വിളിച്ചിട്ട് ഈ കാര്യം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തത്. അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. അവരെന്താണ് ഏത് ഇതിലാണ് പറഞ്ഞെന്നുള്ളത് അത് എന്റെ കയ്യിലുള്ളതല്ല. അത് ബ്രോയുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഷെയ്ക്കിന്റെ കാര്യമാണ്. ഇതിൽ എങ്ങനെയാണ് ഷെയ്ക്ക് TV വന്നത്? ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ആഫീസ് ബ്രോന്റെ അടുത്ത് സംസാരിക്കുന്നതിന് നിങ്ങൾ ആദ്യം എല്ലാവരും ചില്ലായിട്ടിരുന്ന് കേക്ക്, മനസ്സിലായി? അഥവാ നിങ്ങളെ ചാറ്റ് ഞാൻ കാണുന്നുണ്ട്. അഥവാ ബ്രോ എന്റെ ചാറ്റ് എന്തോ ആയിക്കോട്ടെ ബ്രോ, ചാറ്റിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ TV എന്നുള്ളൊരു രീതിയിൽ ഞാൻ TVയുടെ ലീഡറാ. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. എന്റെ ചാറ്റ് നോക്കുന്നത് ഞാനല്ലേ ബ്രോ. എന്റെ ചാറ്റ് ഞാൻ നോക്കിക്കോളാം ബ്രോ. അത് കൺസേൺ ആവണ്ട. ബ്രോ അതിനെപ്പറ്റി കൺസേൺ ആവണ്ട. എന്റെ ചാറ്റ് ഞാൻ നോക്കിക്കോളാം ബ്രോയുടെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. എനിക്ക് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഷെയ്ക്കിൻ്റെ അടുത്തൊന്നും ഇതുവരെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ നമ്മളെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ വേറൊരു ഗ്യാങ്ങിന്റെ സാധനം എടുത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തരേണ്ട ആവശ്യമില്ല. ഹലോ, കേൾക്കാം. അത് ഞങ്ങളടുത്ത് അതിനെന്ത് റീസണാണ് TV എന്ത് റീസണാ ചെയ്തതെന്ന് നമുക്കറിയണം ബ്രോ. അത് ഞാൻ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഒരു സംശയമില്ല. ഇതാണ് ആഫീസ് ബ്രോ ഞാൻ ഇന്ന് ഈവനിങ് പറഞ്ഞത്, മനസ്സിലായോ? എന്താണ് കംപ്ലീറ്റ് ഹെയ്റ്റ്. പിന്നെ ബ്രോ നിങ്ങൾ എന്താ പറയണ ബ്രോ? നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കണത്. ഷെയ്ക്കിന്റെ വായി ഷെയ്ക്ക് വീണേ, എന്റെ വായി നല്ല ഷെയ്ക്കിന്റെ വായി ഇത് വീണിട്ട് ഇത് ഞങ്ങളിപ്പോ ഹേറ്റ് തരുന്നതായോ? ഷെയ്ക്ക് പബ്ലിക്കലി അവൻ ലൈവ് ആണെന്ന് നോക്കാതെ വായി തോന്നി എന്തോ വിളിച്ചു പറഞ്ഞിട്ട് ഷെയ്ക്കിന് ഹേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ തരുന്നതാണ് ഇത് ഞാൻ തരുന്നതാണ്. ഞാൻ ഗെയിം കളിക്കാൻ പോയപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളുടെ പറയാനുള്ള മാറ്റർ മാന്യമായിട്ട് ഷെയ്ക്കൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒരു ലോങ് സ്റ്റോറി പറഞ്ഞു. ഞാൻ അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറി പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇതുവരെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ് ഞാനത് നിർത്തി. ഞാനൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോയപ്പം ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് നിങ്ങൾ അനാവശ്യം ഒരു സാധനം എടുത്ത് ഷമീറിന്റെ ലൈവ് ആണെന്ന് അറിയാം. എനിക്ക് 100% ഉറപ്പാണ് ലൈവ് ആണെന്ന് അറിയാതെ പറഞ്ഞതാണത്. അത് അവിടെ വന്ന് പറഞ്ഞത് ഞാനല്ല, ഷെയ്ക്കാണ്. അപ്പൊ ഷെയ്ക്കാണ് ഇത് വന്നിട്ട് വൈറ്റ് പറഞ്ഞ ഹേറ്റ്. വൈറ്റ് എന്ത് ഹേറ്റ് പറഞ്ഞേ? നിങ്ങൾക്ക് ഹേറ്റ് കിട്ടുന്ന നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിയുടെ റിട്ടേൺ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടണേ. അല്ലാതെ ഞാൻ ആരോടത്തും ഇവിടെ TV ഇരുന്ന് പറഞ്ഞില്ല ഇതാണ് ഇത് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ നമ്മളെ പറ്റി വേറൊരാൾ പറയുന്നുണ്ടെന്നോ SRR ഡിസ്മാൻഡിലായതിന് കാരണം വേറൊരാളോ പറഞ്ഞെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാ നിങ്ങൾ, അല്ലാതെ ഞങ്ങളാരും അല്ല. നമ്മളത് പറഞ്ഞിട്ടില്ല ഇത് ബ്രോ. നമ്മള് TV എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ലൈവ് ആണെന്ന് ഷമീർ പറഞ്ഞു. അല്ലല്ല, ഞാൻ എനിക്ക് ഇതിനൊരു മറുപടി വേണം. ഞാൻ പറയാം, എനിക്ക് ഇതിനൊരു മറുപടി പറഞ്ഞ ഷെയ്ക്ക്. SRR ഡിസ്മാൻഡിലായി എന്ന് ഒരാൾ സംസാരിക്കുമ്പോ അവിടെ TVയെ പറ്റി സംസാരിച്ച എന്തിനാ? ഇത് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്തോ. ഞാൻ കേൾക്കാൻ റെഡിയാ, പറഞ്ഞു. പറഞ്ഞുതരാം. ഹാഫീസ് ബ്രോന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഹാഫീസ് ബ്രോ പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്, കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ പോലെ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യണ്ടെന്ന് കരുതിയിരുന്ന ഒരു ടീം തന്നെ ആയിരുന്നു SRR എന്ന് എൻ്റെ അടുത്ത് ഹാഫീസ് ബ്രോ പറഞ്ഞു. അവരും ഇതൊന്നും സഹിക്കാൻ കഴിയാതെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ അവരെ ലീഡേഴ്സിനും കോ ലീഡേഴ്സിനും ഒന്നും അത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഡിസ്മാൻഡിൽ ചെയ്യണത് എന്നുള്ള ഈ 2 റീസൺ ആണ് പറഞ്ഞത്. ഇത് ഒബ്വിയസ്ലി ഈഗിൾ ബ്രോ എൻ്റെ അടുത്ത് ഇപ്പൊ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, SRR ആയിട്ട് ഫ്രണ്ട്ലി പിടിക്കാൻ നോക്കിയപ്പം നിങ്ങൾ തല്ലുകൊള്ളികൾ എന്ന് പറഞ്ഞാണ്ട് SRR തന്നെയാണ് മെൻഷൻ ചെയ്തത്, MRGനെ അല്ല മെൻഷൻ ചെയ്തത്. അവര് കറന്റ്ലി KVN ആയിട്ട് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് TVN ആയിട്ട് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് അവരെയാണ് നമ്മൾ മോക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ, അല്ലാതെ MRGനെ അല്ല മോക്ക് ചെയ്തത് എന്നുള്ളത്. അത് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു, അവരെ തന്നെ. കാരണം ഞങ്ങൾ ആ സിറ്റുവേഷൻ കണ്ടവർക്ക് അറിയാം, TVയും KVയും അടിച്ചത് SRR ആണ്, MRC അല്ല.
അതെ. അപ്പൊ ആ സംഭവത്തില് ഈ ആഫീസ് ബ്രോ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്, അഥവാ കമ്മ്യൂണിറ്റിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ്ട, അഥവാ അങ്ങനത്തെ ബ്രോ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് അവർക്ക് നല്ല പോലെ നിർത്തി പോകണം. അതായത് സിമ്പിൾ ആയിട്ട് അവർക്ക് ഈ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ടോക്സിസിറ്റിയോ ഈ പ്രശ്നങ്ങൾക്കോ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഞാനൊരു ടിവിയനോ കെവിനോ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പേര് പറഞ്ഞ എന്തിനാണെന്നാണ് ഷെയ്ഖിന്റെ അടുത്ത് ചോദിക്കുന്നത്. അല്ല ഷെയ്ഖെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കളിക്കുന്നത് ഗ്യാങ് RPN അല്ലേ? ഈ ഹേറ്റ് സ്പ്രെഡിംഗ് എന്ന് ഷെയ്ഖ് ഉദ്ദേശിക്കണ എന്താ സാധനം? നമ്മൾ ഒരു ഗ്യാങ്ങുമായിട്ട് അടി ഉണ്ടാവുന്ന സമയത്ത് ആ ഗ്യാങ്ങിലുള്ളവന്മാരെ പറ്റി നമ്മൾ ദേഷ്യപ്പെട്ട് പറയണതാണ് ഇതെങ്കിൽ നിങ്ങളും ചെയ്യുന്നത് തന്നെയല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം T47 സിറ്റുവേഷൻ ആയ സമയത്ത് T47 മെറ്റയാണെന്ന് ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഷെയ്ഖ്. ഞാൻ ആ POV കാണാൻ വന്നപ്പോൾ ഞാൻ കണ്ടാണല്ലോ ഷെയ്ഖിന്റെ POV. ഞാൻ കാണിച്ചു തരട്ടെ. അത് ഹേറ്റ് സ്പ്രെഡിംഗ് അല്ലേ? T47 അവര് മെറ്റടിക്കുന്നതിന്റെ പ്രൂഫ് ഷെയ്ഖിന്റെ ഉണ്ടോ? ഇത് ഹേറ്റ് സ്പ്രെഡിംഗ് അല്ലല്ലേ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഹേറ്റ് സ്പ്രെഡിംഗ്. ബ്രോ ആലോചിക്കുക, നമ്മളൊക്കെ കളിക്കുന്ന ഗ്യാങ് RP എല്ലാവർക്കും അവരവരുടെ ഇൻഡിവിജ്വൽ ഗ്യാങ് ആണ് വലുത്. സിറ്റിക്കകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണ് നമുക്ക് വലുത്. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും. അത് ഓഡിയൻസ് ഉള്ള ആൾക്കാർ കേൾക്കുന്ന സമയത്താണ് ഈ ഹേറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ. ഈ RPക്കകത്ത് ചാറ്റും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഓഫ്ലൈനിൽ ഒരാൾ കളിക്കുവാണെങ്കിൽ പോലും അവർ കളിക്കുന്നതും ആ ഗെയിമിനകത്ത് പറയുന്നതും RPക്കകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ കമ്മ്യൂണിറ്റിക്കകത്ത് ഹേറ്റ് സ്പ്രെഡിങ് ആവും? ഇത് ഇത്ര നാൾ ഈ കമ്മ്യൂണിറ്റി തന്നെയല്ലേ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്? എല്ലാവരെയും പറ്റി പറയും. ആരാണ് നിങ്ങൾ MRC അടിച്ച ഏത് ഗ്യാങ്ങിനെ പറ്റിയാണ് നിങ്ങൾ അപരാധം പറയാതെ അടിച്ചത്? എനിക്കൊന്ന് കേൾക്കണമല്ലോ. ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഒരു മോശ വാക്ക് പോലും പറയാതെ. ബ്രോ ഗ്യാങ് സിറ്റുവേഷനിൽ കോമൺ, RPയിൽ കോമൺ. അത് നമ്മൾ ഗ്യാങ് RPയാ കളിക്കുന്നത്. എല്ലാവരും പറയാറുണ്ട്, എല്ലാത്തിൻ്റെയും ക്ലിപ്പുണ്ട്. നിങ്ങൾ അടിച്ച എല്ലാവരും, നിങ്ങൾ EVXനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്ര ഷോർട്സ് കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ RP ഇതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൊണ്ട് എൻ്റെ ഫീഡിൽ ഇതൊക്കെ വരും. ഞാൻ ഇതെല്ലാം കാണാറുണ്ട്. ചുറ്റുമുള്ള കോമ്പറ്റീറ്റേഴ്സിനെ റീഡ് ചെയ്യാറുണ്ട്. അത് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എത്ര ഗ്യാങ്സിനെ പറ്റി പറയുന്ന ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ മറ്റേ ഹെയ്റ്റോ, സിറ്റിയിലെ സിറ്റുവേഷൻ നടക്കുമ്പോൾ നമ്മൾ പറയണത് സിറ്റിയിലെ കാര്യമാണ് ബ്രോ. അത് ഹേറ്റ് താങ്ങാൻ പറ്റാത്ത അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളവനൊന്നും RP കളിക്കുക. ഇവിടെ ഒന്ന് ഗ്യാങ് RP കളിപ്പിക്കല്ലേ? അല്ല പള്ളിയിലച്ഛന്റെ ബെഡ് ഇട്ടിട്ട് അവിടെ വന്ന് മറ്റേ ഇതെല്ലാം പറയണം. അല്ലാതെ എല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് കൊണ്ട് വെച്ച് തരരുത്. മോറോവർ ഒന്നും പറയാനില്ല. അതന്നെ ഞാനത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനത് ഈ പറയുന്ന പോലെ അമ്പി ആയാണ്ട് ടിവിന്റെ തലയ്ക്ക് ഇടാൻ നോക്കിയതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കേണ്ടവർക്ക്. ഷേഖ് ബ്രോ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കേസിൽ ഞാൻ ഒരിക്കലും SRRന്റെ ഡിസ്മാൻഡിലോ SRRന്റെ ഇതിലോ TVയോ KFയോ വന്നിട്ടില്ല. അത് കാരണം ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഇവിടെ സെർവറിന്റെ സൈഡിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടാണ് വരിക. സോ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്നുള്ളത് ക്ലിയർ ചെയ്യണം. ഇല്ല അത് TVA KVA എന്നുള്ളൊരു സംഭവം വന്നിട്ടില്ല. പുള്ളി ഉദ്ദേശിച്ചത് നെഗറ്റിവിറ്റി, ഈ ഹെയ്റ്റ് ഇതൊന്നും SRRക്ക് കിട്ടാതെ വൈൻഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് SRR ഉദ്ദേശിച്ചത്. അപ്പം ഒബ്വിയസ്ലി ഈഗിൾ ഇപ്പം കഴിഞ്ഞ ഈ ഒരു KVA TVA കാരണം SRRക്ക് ആ ഒരു സംഭവമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തന്നെ എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നിയതാണ്. അത് ഒബ്വിയസ്ലി എന്തായാലും ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് ബേസിക് നോളജ് ബ്രോ? അതല്ല, അതൊക്കെ എനിക്ക് അറിയണം. നമുക്ക് ഉള്ള ഒരു റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഗ്യാങ്ങുമായിട്ട് കളിക്കുമ്പോ ഉറപ്പായിട്ട് അല്ല ഷെയ്ഖ്, എനിക്ക് റിപ്ലൈ വേണം ഇതിന്. എനിക്ക് റിപ്ലൈ വേണം. നമ്മളെല്ലാവരും മറ്റേ ഇന്ത്യക്ക് വേണ്ടി ചീർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് എന്താ സംസാരിക്കാൻ താല്പര്യമില്ല? പോയോ? ലെഫ്റ്റ് വാടയുമ്പോ ലെഫ്റ്റ് ആവും. അങ്ങനെയാണ് ബ്രോ. ഇത് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ ഒരു കാരണമുണ്ട് ബ്രോ. ഇതിനു മുമ്പ് ഇത് പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ. പുള്ളിക്ക് പറയാനൊന്നുമില്ല. അല്ല, ഞാൻ ഉറങ്ങാൻ കിടന്നു. ആ ടൈമിലാണ് എനിക്ക് ഈ പറയുന്ന പോലെ ക്ലിപ്പുകളും കാര്യങ്ങളും. ഞാനും ആ ടൈമിൽ വണ്ടറായി, ലൈക്ക് ഞാൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതല്ലോ. ഞാൻ മോർ ഓവർ ഈ SRRന്റെ സൈഡിൽ അവർക്കൊരു ഹേറ്റഡ് ഇല്ലാണ്ട് അവർക്ക് നല്ലപോലെ വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതേപോലെയാണ് അമ്മാനെ എന്നോട് സംസാരിച്ചേക്കുന്നത്. അല്ല ബ്രോ, ഞാൻ നിങ്ങളുടെ അഡ്മിൻസിനുള്ള ഒരു കാര്യത്തിൽ ചോദിക്കുക ബ്രോ. ഇവിടെ ലൈവ് ഇടുന്നവരുണ്ട്, ലൈവ് ഇടാത്തവരുണ്ട്. ഈ സിറ്റിയിൽ നടക്കുന്ന എല്ലാ വാറും നിങ്ങളെല്ലാം സ്പെക്ക് ചെയ്യുന്ന ആൾക്കാരാ. ഈ ഗ്യാങ് വാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഈ പറയണത് പോലെ ബ്രോ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ആയിട്ടാണോ സംസാരിക്കുന്നത്? ഇല്ല, ഒരിക്കലും നമ്മളും ആ സെയിം താനല്ല ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ലൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണോ അത് ഹേറ്റ് സ്പ്രെഡ് ആവുന്നത്? അല്ല, അത് അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനെയായാലും എന്തുണ്ടാവും ഒപ്പീനിയൻസ് റേജില് പറയുന്നില്ല ബ്രോ. അത് മാത്രമല്ല, ഞാൻ വർഷങ്ങളായിട്ട്
പേഴ്സണൽ കോൺടാക്ട് ഉള്ള ഒരാളാണ് ഇത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിത് സംസാരിക്കാൻ പോലും വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ വല്ല T47 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും വിളിച്ച് നിൽക്കുന്നത്. അതായത് നമുക്ക് റിയൽ ലൈഫിലൊന്നും ഒരു കോൺടാക്റ്റും ഇല്ല. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഈ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോലും പുള്ളി പബ്ലിക്കലി ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് പോലും ആദ്യം എന്നോടാ പറഞ്ഞേ. ഞാൻ പുള്ളിക്ക് അത്രയും ഫേവറബിൾ ആയിട്ട് മെസ്സേജ് അയച്ച ഒരാളാണ്. ഞാൻ പറഞ്ഞു ബ്രോ നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യാം, നമുക്കിത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു തരാം, ഇതെല്ലാം മറ്റേ ഈ റിവലറി എന്നുള്ളൊരു സാധനം വിടാം, അതിനകത്ത് TV-യുടെ കൂടെ അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് പോണവർ പൊക്കോട്ടെ, നമുക്കിതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് സംസാരിച്ച് വന്ന ഒരാൾ പെട്ടെന്ന് ഞങ്ങൾ ലൈവ് ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ നിന്ന് പുള്ളി ഊഹിച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എടുക്കണം ബ്രോ? അതിൽ സെർവറിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആഫീസ് ബ്രോ എന്നുള്ളൊരു പേര് മാനേജ്മെന്റിലുള്ള ഒരാളാണെന്ന്. അതിവിടെ ചാറ്റിൽ എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. യെസ്, അത് മനസ്സിലായി. അല്ല ഞാനും അല്ല അങ്ങനത്തെ ഒരു കാര്യം ഈ ഒരു പൊസിഷനെതിരെ ഞാനങ്ങനെ വേറൊരു ഗ്യാങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ട് പറയാം എനിക്ക് മനസ്സിലായി, പറയാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായി ബ്രോ, മനസ്സിലായി. ഓക്കെ, എനിക്ക് എത്ര സംസാരിക്കുള്ളൂ? ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇനി വന്നിട്ട് ഇനി ഇറങ്ങിപ്പോയാളടുത്ത് ഞാൻ ഇനി എന്ത് സംസാരിക്കാനാ? ഓക്കെ, ശരി. ഓക്കെ, ശരി. ഇപ്പൊ ഏകദേശം ആൾക്കാർക്കൊക്കെ പിടികിട്ടി കാണും ആരാണ് ഓൾ ഡൗൺ എന്ന്. FAQte അടിച്ചോടിയത് മനസ്സിലായ? എസ്കേപ്പ് RP ചെയ്ത് കളഞ്ഞു പുള്ളി ലാസ്റ്റ് സമ്മതിച്ചു, സ്വന്തം മൈൻഡിൽ നിന്ന് പറഞ്ഞതാണെന്ന് കേട്ടാ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവും. ഈ 2 ദിവസം ഞാൻ എല്ലാ ബ്ലെയിമും കേട്ട്. ഇനി അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ നാളെ പുള്ളി പറഞ്ഞു തരും. നാളെ ലൈവിൽ ഏതൊരു കഥ പറയുന്നുണ്ടെന്നാ കേട്ടോ. വലിയൊരു സ്റ്റോറി വരുന്നുണ്ടെന്ന് അതിന്റെ പുറകെ കേട്ടത്. ഞാൻ കേട്ട് സ്റ്റോറി പറയട്ടെ. ഞാൻ ട്രിഗർ ആയതിന്റെ മെയിൻ കാരണം ഇതാണ്. ഇവരോടൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പല കാര്യങ്ങളും അവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ മൂഞ്ചനായി. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഗൈസ്. അത് ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, എത്രയൊക്കെ മറ്റേ ഇതാക്കി വെച്ചാലും അത് അടിച്ച് കിട്ടും. അത് മനസ്സിലായ? അത് അധികം നാളൊന്നും വേണ്ട, അത് അടിച്ച് കിട്ടും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നിങ്ങളിപ്പോ കണ്ടത്. ഒന്നും പറയാനില്ല, ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ അതിനകത്ത് ഇടാ. ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു ഗ്യാങ്ങും ഇവിടെ ആരാ ടോക്സിക് അല്ലാത്തത്. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വാച്ചിങ് ഇല്ലാത്തവർ അവരാധിച്ചാൽ ടോക്സിക് അല്ല, വാച്ചിങ് ഉള്ളവർ അവരാധിക്കുമ്പോൾ ടോക്സിക്കാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, SRRയുടെ മറ്റേ സെർജിയോയോ അവൻ്റെ ഒരു 2 ലൈവ് പ്ലേ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ പറയുന്നതിൻ്റെ 10 ഇരട്ടി ഇവന്മാരൊക്കെ പറയുന്നുണ്ടെന്ന്. മനസ്സിലായ? അത് എല്ലാ ഗ്യാങ്ങിലും ഉണ്ട് ഗൈസ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഈ RP കളിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നിങ്ങളൊരു ഏത് ഗെയിമോ കളിച്ചോട്ടെ, നിങ്ങൾ ഏത് ഗെയിം കളിച്ചാലും ആ ഗെയിമിലൊരു റേജ് ഉണ്ട്, നമുക്ക് ജയിക്കണം, നമ്മുടെ ടീമാണ് അടിപൊളി, നമ്മൾ അതിനുവേണ്ടിയല്ല സംസാരിക്കുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കേട്ട് ഇംപ്രസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്തോ പുള്ളി മറ്റേ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ എടുത്ത് ഭയങ്കര മാസമായിട്ട് വന്നതാ. എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലിപ്പ് കൂടെ ഇറങ്ങി സത്യം വേസ്റ്റ് ആയി പോയി തിരിച്ച്. അല്ല, നമ്മള് ഈ സിറ്റിയിലൊക്കെ പലതരം എസ്കേപ്പ് RP അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എസ്കേപ്പ് RP പറയുന്നോടൊപ്പം ഞാൻ വെച്ച് നീ ഡിസ്കോഡിൽ ഇരുന്ന് RP കളിക്കാൻ പോയത്. ഫസ്റ്റ് ടൈം ഹിസ്റ്ററി ഹിസ്റ്ററിയാ സംഭവം ഉണ്ടായിട്ടില്ലേ? എന്താന്ന് വെച്ചാല് ഷമീർ മറ്റേ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നൈസായിട്ട് എന്താ ഓഫ്ലൈൻ ആണെന്ന് വിചാരിച്ച് അവരാധിക്കാന്ന് പറഞ്ഞു തുടങ്ങിയതാ. മനസ്സിലായ? പുള്ളി ഇതായിട്ട് പറയാൻ വന്നതാ. അപ്പോഴത്തേക്കിനാണ് ഷമീർ ലൈവ് ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വണ്ടർ ആയി പോയി കേട്ടോ. ശരിക്കും
ആൾക്ക് ടെൻഷനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കുറച്ചു നേരം മൗനം ഉണ്ടായിരുന്നു. അല്ല മൗനം ഭയങ്കര മിണ്ടാതിരുന്നതാണ്. പുള്ളി ഇടയ്ക്ക് ഒരു 5 സെക്കൻഡ് മിണ്ടായിരുന്നു. 5 അല്ല, ഒരുപാട് ഒരുപാട് 10 സെക്കൻഡോളം മിണ്ടായിരുന്നു. ഞാൻ ഹലോ എന്ന് പറഞ്ഞാണ്. പുള്ളി പറയണെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും മറ്റേ പള്ളിയിലച്ഛൻ്റെ എല്ലാം നമ്പൂതിരിയുടെ ഒക്കെ പെഡിട്ട് ഗ്യാങ് വരുമ്പോ ഇന്ന് ഈ ഇല്ലത്തെ അടിയാ, നമ്മൾ ഒരുമിച്ച് കൂടുക, അടിക്കുക, ഇങ്ങനെ വേണം ഗ്യാങ് ആർപി കളിക്കണം എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും പറ്റില്ല. നമ്മൾ ഗ്യാങ് ആർപിയാ കളിക്കണം, ഗ്യാങ് ആർപി. ഫോർട്ടിൻ 4K 4K അല്ല ബ്രോ, അതിലും ക്വാളിറ്റിയിലാണ്. എന്തൊക്കെ തരാം ആൾക്കാരല്ലേ. അതിന് മുമ്പ് ഓടേണ്ടതായിരുന്നു, ലേറ്റ് ആയെന്ന് തോന്നുന്നത്. എന്തെങ്കിലും കംബാക്കിന് ട്രൈ ചെയ്തേ, അതും കൂടെ മുമ്പിൽ പറഞ്ഞപ്പോ പുള്ളി ഏതോ പെട്ടെന്ന് പിച്ച് പേര് സിനിമയൊക്കെ പറയുന്നത്, സിനിമയുടെ കഥയൊക്കെ. ഇത് അങ്ങനെ നോക്കിയാൽ എന്താ ഗൈസ് ടോക്സിക് അല്ലാത്തത്? നിങ്ങൾ ഇഷ്ടമുള്ള ക്രിക്കറ്റ് ടീമിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു, നിങ്ങൾ ലാലേട്ടൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ അടി ഉണ്ടാക്കണ്, മെസ്സി റൊണാൾഡോ എന്ന് പറഞ്ഞ അടി ഉണ്ടാക്കണ്. അങ്ങനെ നോക്കുമ്പോ എല്ലാം ടോക്സിക് അല്ലേ? നമ്മളെല്ലാം, ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറയാൻ വന്നതുപോലെ ഇതാണ്, നമ്മൾ മറ്റേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ അഭിഷേക് ശർമ്മയ്ക്കും എല്ലാവർക്കും ഒരുമിച്ച് ചിയർ ചെയ്ത് നമ്മൾ ഇന്നലെ IPL തുടങ്ങിയപ്പം നമുക്ക് ഇഷ്ടമുള്ള ടീമിനെയും നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെയും മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ആ സമയത്ത് നമുക്ക് ബെറ്റർ RCB ഫാൻ ആകുമ്പോൾ ബെറ്റർ വിരാട് കോഹ്ലി എന്ന് പറയുന്നു, ധോണിയാണ് CSK ബെറ്റർ, അങ്ങനെ പറയണു. അങ്ങനെയല്ല. അപ്പൊ ഇതെല്ലാം ടോക്സിറ്റി. അതപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പറയാന്ന് പറയണത് എന്താ? ഇവർക്ക് ബ്രോ സത്യം പറയാലോ, ഞാൻ എല്ലാ പ്രോബ്ലം വന്നപ്പോഴും ബ്രോയ്ക്ക് പേഴ്സണൽ ആയിട്ട് വന്ന് മെസ്സേജ് അയച്ച കാര്യം പറയാറുണ്ട്. ബട്ട് ബ്രോ ഇത് ഇനിയും ഇവരായിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ അത് ടോക്സിക് ആയി പോകത്തേ ഉള്ളൂ. എല്ലാ ഗുണങ്ങൾക്കും എല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആൻഡ് ഇവിടെ ഇവൻ എന്നെ ഇന്നലത്തെ ജനിച്ച ഇതിന് മാത്രം മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഇതിനെ ഗൈസ്. ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മൾ റിപ്ലൈ പറയുന്നത് ഹെയ്റ്റ് സ്പീച്ചും ആണ്. ടോക്സിക് കമ്മ്യൂണിറ്റിയൊക്കെ ആരെങ്കിലും പിടിച്ചു വരച്ച് കൊണ്ടുവന്നവരെ അതാ പറഞ്ഞേ ഗൈസ്. ഇത് കുറച്ച് അങ്ങനത്തെ ഇതാ. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ സക്സസ്ഫുൾ ആവുമ്പോൾ എന്തൊക്കെ സ്ട്രഗിൾ അനുഭവിക്കും, അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ ഓരോ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയും സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിയൊക്കെ. ഇപ്പൊ ഷെസം ബ്രോയും വേറൊരാളോട് കഴിഞ്ഞ ദിവസം ഫോണിന്റെ പേര് മുട്ടനടി. അത് മീൻസ് അതൊക്കെ ഉണ്ടാവും. ഒരു ക്രിയേറ്ററായിട്ട് വരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായത്തെ വേറൊരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ പറയണം, ഇതാക്കണം. അതിനൊക്കെ ഉള്ള മെന്റാലിറ്റി മൈൻഡും ഉണ്ടാവണം. അല്ലാതെ ഫുൾ ടൈം മറ്റേ നമുക്ക് ഇതായിട്ടിരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും കണ്ണാപ്പി ഓവറാണ്. സത്യം. അല്ല, പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് എന്ന് പറയാനാ, പറ്റിപ്പോയി, സോറി, ഇനി ഉണ്ടാവില്ല. അല്ല, അങ്ങനെ ഒന്നും പറയുന്നത് ന്യായമായിരുന്ന ഓക്കെ, ചെയ്ത മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന പറയും. ഇതിപ്പം പുള്ളി ഒരു 50 കഥ അടിച്ചിറക്കി കയ്യിൽ നിന്ന് പോയി. അല്ല, ഞാനായിരുന്നു അപ്പോഴും സോറി പറ്റിപ്പോയി, വൈദ്യുതി വീണ് പോയതാ, ലൈവ് ആയി പോയി സംഭവം. ഓഫ്ലൈൻ ആയിട്ട് നിങ്ങളെ കുറിച്ച് അപരാധം നെഗറ്റീവ് പറയണ്ടായിരുന്നു. അതല്ല മറ്റേ നമ്മുടെ എൽഫോഡിയ ജോക്കർ ഇല്ലേ, നബീൽ ബ്രോ എനിക്ക് ഇൻബോക്സ് വന്നിട്ടെ ഒരു ലിങ്ക് അയച്ചിട്ട് പറയാം, ഞാൻ ഒരു ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് ട്രാക്ക് ചെയ്ത് മേടിച്ച് കുടിച്ചിട്ട് കിടന്നോളാം. ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ 31 മിനിറ്റ് ചാർജ് വരും. അയ്യോ, എന്തൊക്കെയാണല്ലേ ദൈവമേ. അതിനേക്കാ വലിയ എനിക്ക് ചിരി വന്ന എപ്പോഴാന്ന് പറയട്ടേടാ, പുള്ളി പറയുവാണേ SRR ഡിസ്മാൻഡിൽ ആയപ്പോ ഞാൻ VC പോയി കളറ് ചോദിച്ചത്, മറ്റേ
കട്ടില് ചാവ കിടക്കുക, കട്ടിലെടുക്കാൻ ഒരാള് തീരെ കിടക്കുക, കട്ടിലെടുക്കാൻ അവനൊക്കെ. എനിക്ക് അന്നേരം ചിരിക്കണോ, ഞാൻ മൈക്ക് വിട്ട് ചിരിക്കാന്ന് വിചാരിച്ച പോലെ എന്റെ ആളിയാ. റിപ്ലൈ ലേറ്റ് ആയി പോയി. അതിന് മുമ്പ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോലും ഇട്ടില്ല, അവരിങ്ങനെ ചിന്തിക്കുന്നേ ഉള്ളൂ മൈൻഡില് സ്റ്റീഫൻ ബ്രോ. അതിന് മുമ്പ് പുള്ളി കളർ ചോദിച്ചു. ഇല്ല, ടി ജെ ഒക്കെ അതിന് മുമ്പേ ചോദിച്ചെന്ന് പറഞ്ഞ TJVX. ഇവര് മൂന്നാമതായിരുന്നു ചോദിച്ചത്. ആദ്യം രണ്ടാമത് TJ, മൂന്നാമത് ഇവരെന്ന്. എന്റെ അമ്മോ, TJക്ക് കിട്ടിയെന്നാ പറഞ്ഞത്, ബുക്ക് ചെയ്താല്. ഒന്നെങ്കിൽ ഉണ്ടല്ലോ നേരെ മുഖത്ത് നോക്കി സംസാരിക്കണം. ഈ ബാക്കിൽ നിന്ന് കുത്തുന്നമാര് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പറയാതിരിക്കാൻ വയ്യ. മുഖത്ത് നമ്മൾ റിയൽ ലൈഫിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി അങ്ങ് പറയണോടാ. ഒരുത്തിനും ഇഷ്ടമല്ലെങ്കിൽ നിന്റെ എനിക്ക് ഇഷ്ടമല്ലടാ കുണ്ണേന്നങ്ങ് പറയണം. അല്ലാതെ മറ്റേ ഇതാക്കരുത്. അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനത്തെ ഉള്ളവന്മാർക്ക് എനിക്ക് ക്ഷമിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിതാ ഈ ഇതിനകത്തൊക്കെ ഓരോന്ന് പറയണവന്മാരുടെ അടുത്ത് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് ഇത് അങ്ങനെയല്ലല്ലോ. ഇത് നേരെ നിന്നിട്ട് ഒരുമാതിരി ഇതെന്ന് പറഞ്ഞിട്ട് ബാക്കിൻ്റെ കൂടെ ഉണ്ണേന്ന് വിളിക്കുന്നത്. ജോക്കിയോട് 1 മണിക്കൂറായിട്ട് ഓപ്പൺ ചെയ്ത് ഉറങ്ങിയത്. എനിക്കിപ്പൊ ശരിക്കും ഓർമ്മ വരുന്നത് എന്താന്ന് അറിയോ ഗൈസ്? എന്താണ് കണ്ണാപ്പിനൊക്കെ മെച്യൂരിറ്റി. നമ്മള് മെച്യൂർ ആയിട്ട് സംസാരിക്കണം. നമ്മള് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എനിക്ക്. ഒരു മിനിറ്റ്. കണ്ണീരിൽ മുങ്ങിടല്ലേ. മനസ്സിലായോ? പറയാ ഇതിലൊരു മോട്ടിവേഷൻ ഒരു സാധനമാണ്. ഞാനൊരു സാധനം പറയാൻ നിങ്ങൾക്ക് റിലേറ്റ് ആവും. അത് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓർക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ മെച്യൂറായിട്ടത് സംസാരിച്ച് ഡീൽ ചെയ്യണം. അല്ലാതെ നമ്മളത് കൂടുതൽ ഒരാളുടെ കാര്യം അറിയാതെ നമ്മളത് കൂടുതൽ കാര്യത്തിലോട്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടത് അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോഴും ചിന്തിച്ചും എടുത്ത് മാത്രമേ കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ മുറിയ അറിവുകൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് വെച്ച് ഒരിക്കലും നമ്മൾ അത് പുറത്തോട്ട് വിളിച്ച് പറയാൻ പാടില്ല. അത് പിന്നീട് നമ്മളത് ഓർത്ത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്, നമുക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരോടും നമുക്ക് എല്ലാവരോടും റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലം ആണുങ്ങളെ പോലെ ജീവിക്കാൻ പറ. ഹലോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാം. അത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാത്തതിന്റെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് അതൊക്കെ. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ടോടാ. എതിരെ നിൽക്കുന്നവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാരും പാവങ്ങളാ. നിനക്ക് വല്ല വട്ടു എന്തോ പറ്റി നിനക്ക്? ജോക്കി വഴിയെ പോയ അണ്ടറും കൊണ്ടറും ഒക്കെ തൂർന്നെടുക്കുന്നത് വരെ എന്റെ തലയിൽ വരുന്ന കാലത്തെ എനിക്ക് ഇങ്ങനെയൊക്കെ അബ്നോർമൽ ആയിട്ടല്ല ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. വരുന്നു മുമ്പിത്തരം പറയുന്നു. നിനക്ക് വയ്യേ? എന്തൊക്കെയാണ് എഴുതുന്നത് ഗ്രൂപ്പില്? കണ്ടാ നിനക്കൊന്നും അറിയാം. അയ്യോ എന്റെ പറ്റേ
എന്തൊക്കെയാണ് കാരണമായി ചിരിച്ച് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ചിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നേ. എടാ ആർപി എന്തിനാ കളിച്ചത്? ഇന്ന് ആർപി കളിക്കണ്ടായിരുന്നു, ഇന്ന് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ മാസ്, കോമഡി, ത്രില്ലർ എല്ലാം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ശാന്തമായിട്ടൊരു നല്ലൊരു ഫിലിമായിട്ട് പൊക്കോണ്ടിരുന്ന എൻഡപ്പിലോട്ട് വന്ന് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് പുതിയൊരു വില്ലൻ വന്നിട്ട് ഒരു ട്വിസ്റ്റ് അങ്ങ് ഇറക്കി. സംഭവം 2 മണിക്കൂർ കഷ്ടപ്പെട്ട മെസ് എല്ലാം ഒറ്റ ഒരു 5 സെക്കൻഡിൽ തീർന്നല്ലേ? അതെ 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 അതെ. ഇതൊക്കെ ഇനി കൺവേർട്ട് ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന് ഇനിയാണ് ഗൈസ്. നിങ്ങൾ സ്പാം ചെയ്ത് ഇവിടെ കണ്ട സ്പാമിങ്ങിൽ കണ്ട കൺവേർഷൻ ശരിക്കും എന്താണെന്ന് ഇനി നിങ്ങൾ കാണാൻ പോവാ. ഇനിയാണ് നിങ്ങൾ അത് കാണാൻ പോണത്. ഇത് എങ്ങനെ കൺവേർട്ട് ആകും പുള്ളി തന്നെ ഇതാക്കി കേട്ടാ. പുള്ളി തന്നെ ഇതാക്കി ലാസ്റ്റ് സമ്മതിച്ച്. പുള്ളിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. നാളെ വരിക പറയുക ഇത് വീണു ഇതായിരിക്കും മിക്കവാറും. എന്റെ മോസ്റ്റ് ഓഫ് ഇതായിരിക്കും. ഇല്ലേ പുള്ളി ഇത് സിനിമയാക്കും എന്തോ അറിയാം. തൊപ്പിയെ പറഞ്ഞത് ഇഷ്യൂ ആയി. ന്യായീകരിക്കാൻ വേറെ വഴിയില്ലാത്ത വന്നപ്പോൾ നൈസായിട്ട് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞ ഒരു ലോങ് കൺവേർട്ടിങ് കരച്ചിൽ സ്റ്റോറി ഈഗിൾ ഇറക്കിയത്. അവൻ ഇത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും ആഗ്രഹമില്ല, പക്ഷേ ഡിഫെൻഡഡ് ആയപ്പോൾ വേറെ വേ ഇല്ലാണ്ട് അമ്പി കളിച്ചതാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ലൈവിൽ ഷെയ്ക്കിന്റെ വായിൽ നിന്ന് വന്ന ഒരു വേർഡ് പിടിച്ച് വീണ്ടും സീൻ ക്രിയേറ്റ് ആക്കിയത്. അവൻ ഒരു മിനിറ്റ്, ഈ കമന്റ് ഞാൻ ഇത് എവിടുന്ന് വായിക്കുന്നാലും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലൈവിൽ ഷെയ്ക്കിന്റെ വായിൽ നിന്ന് വന്നൊരു വേർഡ് പിടിച്ച് വീണ്ടും സീൻ ക്രിയേറ്റ് ആക്കിയത്. അവൻ എന്താണ് ഫുൾ പറയാൻ ഉദ്ദേശിച്ചത്, അതിന്റെ എക്സ്പ്ലനേഷനോ ഒന്നും ഈഗിളിന് അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ ഈഗിൾ 2 days ബാക്ക് തൊപ്പിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ അറിയാതെ പറഞ്ഞു പോയതാണ്. ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ആക്കണം. ആ ഒരു ഫീൽ കിട്ടില്ലേ നിങ്ങൾക്ക്? അപ്പൊ ബിജിഎം കൂടി ബിജിഎം ഉള്ളപ്പോൾ ആ ഒരു ഫീൽ വരുള്ളൂ. ഒന്നും പറയാനില്ല. എന്താണ് ആളിയാ അതെ. എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് അയക്കല്ലടാ. എന്തിനാണ് നീ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണ? എനിക്ക് Shabir Shadbot mentioned that Eagle today. Eagle tried to save his image from beginning without discussing the actual issue. He wants to accept that he is a Nanmamaram and a Mahamanaskan by forgetting the real issue. Full damage control only. Shamir, you killed it today. You can become the best leader. ഇതൊക്കെ എന്തിനാ എനിക്ക് അയക്കണ എടുത്ത് ഗ്രൂപ്പിൽ കൊണ്ടിടല്ലേ? എന്തിനാ എനിക്ക് അയക്കണേ? എന്തൊക്കെയാണ് ഇത് വരുന്നത്? ചിരി. അല്ല ഞാനൊരു കാര്യം പറയണം. വെളുപ്പിനെ നമ്മള് കോൺട്രവേഴ്സി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതൊന്നും ഇതിട്ട് നമ്മള് വെളുപ്പിനെ 1:24 12,000 പേരെ വെച്ച് സ്ട്രീം ചെയ്തോണ്ടിരിക്കുക. അപ്പം ബാക്കി ഈ MRCയുടെ ലൈവ് കാണുന്ന ആൾക്കാരെ എനിക്ക് രാത്രി നന്മമരം കളിച്ച് ഇംപ്രസ് ചെയ്യണമെന്ന്. ഞാൻ നന്മമരം ഒന്നും അല്ലടാ കുണ്ണെ. അപരാധം പറഞ്ഞതാ. ഇപ്പം ഒരുത്തിനെ ഓടിച്ചു വിട്ടുണ്ടായിരുന്നു. ഒരുത്ത കഥ തുറന്ന് ഓടിയത് കണ്ടാ നീ? അതുപോലെ ഓടിക്കാൻ എനിക്കറിയാം. ഞാൻ നന്മമരം ഒന്നും എനിക്ക് നിന്നെ ഒന്നും മറ്റേ നല്ലത് ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ മര്യാദയ്ക്ക് പറയാനുള്ള ഞാൻ ഇന്ന് നന്മമരം കളിച്ചതല്ല. ഞാൻ ഇന്ന് മാന്യമായിട്ട് എന്റെ കാര്യം സംസാരിച്ചത് അശ്വിൻ ചേട്ടനോടുള്ള റെസ്പെക്ട് കൊണ്ടാ. കൊട്ടവാസ് മുമ്പ് ചെയ്യുന്നത് എന്റെ അച്ഛൻ്റെ അണ്ടി എടുത്ത് പോയി പറഞ്ഞാൽ മതി. എന്റെ അടുത്ത് പറയണ്ട. മനസ്സിലായ?
നീ ഇതൊക്കെ പോയി മറ്റേ ഷെഡ് ആടുന്നതിന്റെ അടുത്ത് പറ, എന്റെ അടുത്തല്ല പറയേണ്ടത്. എനിക്ക് നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്തിട്ട് ഒരു അണ്ടിയും കിട്ടാനില്ലടാ. ഇപ്പോഴും വർക്കിലായിരുന്നു. എന്തോ ആയി? എനിക്ക് ഇവന്മാരെ നന്മമരം എന്താണ് കണ്ട എനിക്ക്? അയ്യോ എന്റെ ഷെയ്ക്ക് വന്നു നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ അറൈവിംഗ് ഇൻ 28 minutes. ഇല്ലടാ ഇതെന്താ നല്ല ഡിലേ ആണല്ലോ. ഇപ്പൊ ഇറങ്ങിയുള്ളൂ, അതുകൊണ്ടാ. ഹലോ പുള്ളി വീട്ടിലൊക്കെ വരുന്നതാണോ? ഹലോ ഇല്ലടാ ഷാർജ ഷെയ്ക്ക് പുള്ളി എന്തൊക്കെയാണോ പറയണേ? കോണ്ടാക്ട് ആയിട്ടേ. എടാ ഇതല്ലടാ ശരിക്കുള്ള നിങ്ങൾ കണ്ടത് റിയൽ കുടുംബശ്രീ. സംഭവം ഓഫ്ലൈൻ അവരാധിച്ച് അറിയാണ്ട് ഓൺലൈനായി പോയി. ഇതാണ് കുടുംബശ്രീ, ഇതാണ് കുടുംബശ്രീ. അയൽക്കൂട്ടം. അതെ നമ്മള് തമ്മിൽ നല്ല ടൈംസിൽ പോവല്ലേ അണ്ണാ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? റിയൽ കുടുംബശ്രീ. എടാ കളിക്കുന്നില്ലല്ലോ, ഈ സാമാനം തുറന്നു വെച്ചിട്ട് 10 മണിക്കൂറായി. ഞാൻ തന്നെ രാജ്യല്ലേ ഇവിടെ. ജോക്കി കളിക്കാ. എടാ ഞാൻ ഈ ഒരു പട്ടിയായിട്ട് നിക്കാൻ തുടങ്ങിയിട്ട് ഞാനത്തെ കൊറേ പേര് വന്നും പോയി. അറങ്ങി ഒരുത്തനെ ഇതിനകത്ത് കണ്ണാപ്പിയുടെ പേര് വെണ്ട സാബൂന്നാ കേട്ടോ. ഏതൊരുത്തൻ കേറി മിണ്ടാരടാ, ഏതൊരുത്തൻ കേറി വന്നിട്ട് പറയുന്നത് റാൻഡമായിട്ട് കൊറേ പേര് കേറി വന്ന് അതിനകത്ത് വെണ്ട ഡ്യൂഡ് റെഡി അപ്പ് വെണ്ട വേറെ അറിയൂ വെണ്ട റൂമൊക്കെ ഇട്ടടാ, നേരത്തെ ഇട്ട റൂമിനെ കേറി വാ. ഇല്ല നീ കാണിക്കുന്നില്ല. എന്തിനാടാ ഇരുന്ന് ചിരിക്കണം? ഗോഗു അടിക്കാതിന്റെ ഗ്രൂപ്പ് നോക്കണ്ട.